أتى رمضان مزرعة العباد لتطهير القلوب من الفساد فأد حقوقه قولا وفعلا وزادك فاتخذه للمعاد. ബഹുമാനിരായ സ്റ്റേജിലെ പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വലിയ ലക്ഷ്യത്തോടുകൂടി നാം എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യം നേടി റമദാനിനെ സ്വീകരിക്കുവാനും റമദാനിലേക്ക് പ്രവേശിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവർക്കും അറിയാവുന്നതുപോലെ പരിശുദ്ധ റമദാൻ ഏകദേശം നമ്മിലേക്ക് അടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒന്നുകിൽ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച മിക്കവാറും നോമ്പ് ആവുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സ് അങ്ങനെ ആയിരിക്കണം, പ്രാർത്ഥനാ നിർഭരമായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല റജബ് മാസത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബാരിക് ലനാ ഫീ റമളാൻ. പടച്ചവനെ, നീ റജബിൽ അനുഗ്രഹിക്കണമേ, ഷഅബാനിലും റമളാനിലും നീ നമ്മെ അനുഗ്രഹിക്കണമേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിത്യമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. സാധാരണ നമ്മളൊക്കെ പറയും, ആ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. ഈ ലോകത്ത് നിന്ന് എത്രയും പെട്ടെന്ന് അള്ളാഹുവിലേക്ക് യാത്രയാവണമെന്ന് കൊതിച്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റജബ് മാസം പിറന്നു കഴിഞ്ഞാൽ പിന്നെ പടച്ചവനെ ആയുസ് നീട്ടിത്തരണമേ എന്നാണ് പ്രാർത്ഥിക്കുക. ദുനിയാവിനോടുള്ള പ്രേമം കൊണ്ടല്ല, ഈ ലോകത്ത് കുറച്ചുകൂടി ജീവിക്കുവാനുള്ള ആയുസ് ലഭിക്കണമെന്ന മോഹം കൊണ്ടുമല്ല, മറിച്ച് റമളാനാണ് വരാൻ പോകുന്നത്. അതിനു മുമ്പ് ഷഅബാനാണുള്ളത്. ആ മാസത്തിനോടുള്ള അങ്ങേയറ്റത്തെ ആദരവും അതിന്റെ പ്രാധാന്യവും അതിന്റെ ശ്രേഷ്ഠതയും ഫളായിലുകളും ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയുസ് നീട്ടിത്തരണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത്. റമളാൻ അള്ളാഹുവിന്റെ അതിഥിയാണ്. നാം നമ്മുടെ നാട്ടിലൊക്കെ അതിഥികളെ സ്വീകരിക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, സാധാരണ നാം കേൾക്കുന്ന കുറച്ച് കാര്യങ്ങൾ ആമുഖമായിട്ട് പറയാം, എന്നിട്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കാം. നാം സാധാരണ നമ്മുടെ അതിഥികളെയൊക്കെ സ്വീകരിക്കാറുള്ളത് രണ്ട് രീതിയിലാണ്. ഒന്ന്, അതിഥി വരുന്നുണ്ട് എന്നറിഞ്ഞാൽ അന്നൊക്കെ എല്ലാവരുടെ വീടൊക്കെ ഒന്ന് വൃത്തിയാവും. ചിലപ്പോ 2 ആഴ്ച 3 ആഴ്ചയൊക്കെ ആയിട്ട് വൃത്തിയൊന്നും ഇല്ലാത്ത വീടൊക്കെ ആണെങ്കിൽ അതിഥികൾ വരുമ്പോൾ അന്ന് വീട്ടിലുള്ള ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് വീടൊരു വൃത്തിയാക്കലുണ്ട്. ഇതൊരു രീതിയാണ്, അതിഥിയെ സ്വീകരിക്കുന്ന ഒരു രീതിയാണ്. രണ്ടാമത്തെ രീതി, അതിഥി വരുന്നുണ്ട് എന്ന വിവരം അറിയുമ്പോൾ സന്തോഷിക്കുന്ന മനസ്സാണ്. അതിഥി വീട്ടിലേക്ക് വരുമ്പോ മുഖം കറുപ്പിക്കാതെ ഈ ചങ്ങാതിക്ക് വരാൻ കണ്ട സമയം വേറെ ഏതെങ്കിലും സമയത്ത് വന്നൂടെ, വിളിച്ചു ചോദിച്ചപ്പോ എങ്ങനെ ഇപ്പൊ വരണ്ടാന്ന് പറയാ എന്നൊക്കെ രീതിയിൽ ആളുകൾ അഭിമുഖീകരിക്കാറുണ്ട്, അതിഥികളെ സ്വീകരിക്കാറുണ്ട്. ഇവിടെ മുഖപ്രസന്നതയോടുകൂടി അതിഥിയെ സ്വീകരിക്കുന്ന ഒരു രീതി നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ വീട്ടിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതുപോലെയാണ് പരിശുദ്ധ റമളാൻ. പരിശുദ്ധ റമളാൻ സത്യവിശ്വാസികളുടെ അടുത്തേക്ക് എത്തുമ്പോൾ അവർ ഈ രണ്ട് രീതിയിൽ റമളാനിനെ സ്വീകരിക്കേണ്ടതുണ്ട്. നാം സ്വീകരിച്ചു കൊണ്ടേയിരിക്കുന്നു. അതിലൊന്ന്, എല്ലാ അർത്ഥത്തിലുള്ള ഭൗതികമായ ഒരുക്കങ്ങളാണ്. അതൊക്കെ വേണം. വീടൊക്കെ വൃത്തിയാക്കണം, പരിസരം വൃത്തിയാക്കണം. അതിനൊപ്പം തന്നെ റമളാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നാം നമ്മുടെ മനസ്സു വൃത്തിയാക്കേണ്ടതുണ്ട്.
ജടകുത്തിയ ഹൃദയവുമായി, തെറ്റുകുറ്റങ്ങൾ നിറഞ്ഞ ഹൃദയവുമായി പരിശുദ്ധ റമദാനിനെ വരവേൽക്കുവാൻ ഒരിക്കലും പാടുള്ളതല്ല. അത് അഴുക്ക് നിറഞ്ഞ വീട്ടിലേക്ക് അതിഥിയെ സ്വീകരിക്കുന്നവനെ പോലെയാണ് അവൻ. മനസ്സാകെ മലിനമാണ്. ആ അവസ്ഥയിൽ പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ പറ്റില്ല. മനസ്സൊന്ന് വൃത്തിയാക്കേണ്ടതുണ്ട്. സ്ഫുടം ചെയ്ത് അവന്റെ മനസ്സിനെ മെച്ചപ്പെടുത്തി ശരിപ്പെടുത്തി എടുക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹുവിന്റെ അതിഥിയായ റമദാനിന് വേണ്ടി അവന്റെ മനസ്സും ശരീരവും ഒരുമിച്ച് വൃത്തിയാക്കേണ്ടതുണ്ടെന്നാണ്. ഒരാളൊരു പാത്രത്തില് ശുദ്ധമായ വെള്ളം നിറയ്ക്കുന്നതിന് മുമ്പ് ആ പാത്രം ആദ്യം കഴുകി വൃത്തിയാക്കും. എന്നിട്ടാണ് അതിലേക്ക് ശുദ്ധമായ വെള്ളം ഒഴിക്കുക. ഇതുപോലെ നാം നമ്മുടെ മനസ്സുകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒരുപാട് തെറ്റുകളുണ്ട്. ഇസ്ലാമിന് നിരക്കാത്ത മാലിന്യങ്ങൾ നമ്മുടെയൊക്കെ മനസ്സുകളിലുണ്ട്. ആ മാലിന്യങ്ങളെ നീക്കം ചെയ്തുകൊണ്ട് വേണം പരിശുദ്ധ റമദാനിനെ നാം സ്വീകരിക്കേണ്ടത്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, ഫത്തഖൂ ശഹ്റ റമളാൻ. മുസ്ലിം സമൂഹമേ, വിശ്വാസി സമൂഹമേ, നിങ്ങൾ പരിശുദ്ധ റമളാനിനെ നന്നായിട്ട് നിങ്ങൾ ഗൗനിക്കണം, പരിഗണിക്കേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഫഇന്നഹു ശഹ്റുല്ലാഹ്, അത് അള്ളാഹുവിന്റെ മാസമാണ്. അള്ളാഹുവിന്റെ മാസമാണ് പരിശുദ്ധ റമദാൻ. നിങ്ങൾ അതിനെ ആ ഗൗരവത്തിൽ കാണണം. ജീവിത പരിവർത്തനത്തിന്റെ ഒരു മാസമാണ് മുമ്പിലുള്ള ഇതെന്ന ബോധ്യത്തോടു കൂടിയായിരിക്കണം ഞാനും നിങ്ങളും പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് ചില പ്ലാനുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. ചില പ്ലാനുകൾ, ചിട്ടയും വ്യവസ്ഥയും ഒക്കെ ഉണ്ടാവേണ്ടതുണ്ട്. നമ്മളൊക്കെ പല ആളുകളും നന്നായിട്ട് ചിട്ടയും വ്യവസ്ഥയുമുള്ള ആളുകളുണ്ടാവും. ചില ആളുകളെ കണ്ടാൽ തന്നെ എനിക്കറിയാം. നമ്മുടെ നാട്ടിൽ ഇപ്പോ ഞാനിവിടെ അങ്ങനെ വന്നപ്പോ നമ്മുടെ ഹൈദർ സാഹിബിനെ കണ്ടു. മൂപ്പര് ഭയങ്കര ചിട്ടയുടെയും പ്ലാനിന്റെയും ഒക്കെ ആളാണ്. കറക്റ്റാണ്. പീപ്പിൾ ഫൗണ്ടേഷന്റെ ജില്ലാ കോർഡിനേറ്റർ ആണ് ഞാൻ. എനിക്ക് ആ ചിട്ടയൊക്കെ കുറച്ച് കുറവാണ്. പക്ഷെ ആലത്തൂർ ഏരിയയുടെ പീപ്പിൾ ഫൗണ്ടേഷന്റെ കോർഡിനേറ്ററാണ് ഹൈദർ സാഹിബിന്റെ പേര് അല്ലെ? അബ്ദുറഹ്മാൻ ഹൈദർ സാഹിബ്. മൂപ്പര് ചിട്ടയും വ്യവസ്ഥയൊക്കെ കുറച്ചുള്ള ആളായത് കൊണ്ട് അപ്പൊ എനിക്ക് കുറച്ചുകൂടി ഒന്ന് ഉഷാറാണ് എനിക്ക് തോന്നും. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, പരിശുദ്ധ റമദാനിലേക്ക് ഞാനും നിങ്ങളും ഒക്കെ പ്രവേശിക്കുമ്പോൾ നല്ല പ്ലാൻ വേണം. ഓരോരുത്തരും കൃത്യമായ പ്ലാനുകൾ തയ്യാറാക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ പ്ലാൻ, നാം നമ്മുടെ കുറവുകൾ കണ്ടെത്തി അതിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട്. എന്നിട്ടാണ് റമദാനിലേക്ക് പ്രവേശിക്കേണ്ടത്. ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഉള്ളവരാണ് നമ്മളൊക്കെ. കുല്ലു ബനി ആദമ ഖത്താഊൻ, എല്ലാ ആദമിന്റെ മക്കളും തെറ്റ് ചെയ്യുന്നവർ, അബദ്ധങ്ങൾ സംഭവിക്കാത്തവരാരുമില്ല. അത് പ്രവാചകന്മാർ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും അബദ്ധങ്ങൾ സംഭവിക്കും. ചെറുതും വലുതുമായ അബദ്ധങ്ങൾ സംഭവിക്കും. ചില ആളുകൾ നമ്മൾ വിചാരിക്കും, പടച്ചവനെ ഈ മനുഷ്യനക്ക് അബദ്ധം പറ്റുമോ? പക്ഷേ അള്ളാഹുവിന്റെ ഖദർ എന്ന് പറയുന്ന സംഗതിയുണ്ട്. അള്ളാഹുവിന്റെ ഖദർ, ഒരാള് തെറ്റ് ചെയ്യാനും സമൂഹത്തിൽ വഷളാവാനും ഒക്കെ വരുന്ന അവസ്ഥകളുണ്ട്. പലപ്പോഴും അത്ഭുതപ്പെട്ടു പോയിട്ട്, പടച്ചവനെ ആ വ്യക്തി അങ്ങനെ തെറ്റ് ചെയ്യാൻ സാധ്യതയില്ലല്ലോ, പക്ഷെ എന്താ ചെയ്യുക, അള്ളാഹുവിന്റെ ഖദറാണത്. ഒരുപക്ഷെ പുറമേക്ക് വളരെ വൃത്തിയുള്ള അവസ്ഥയായിരിക്കും, അകം മാലിന്യങ്ങളായിരിക്കും. അപ്പൊ ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശക്തമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാകും. ഒരുപാട് ആളുകൾ അങ്ങനെ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത്, നാം നമ്മുടെ കുറവുകൾ എന്താണോ അത് കണ്ടെത്തുക. അത് നമുക്കേ അറിയുള്ളൂ. വേറെ ചില ആളുകൾക്കും അറിയാൻ പറ്റും. വളരെ രഹസ്യമായ കുറവുകൾ അത് അവനവന് മാത്രമേ അറിയുള്ളൂ. മറ്റു ചില സാമൂഹികമായി ജീവിക്കുമ്പോൾ ഇന്ന ആൾക്ക് ഇന്ന കുറവുകളുണ്ട് എന്ന് പറഞ്ഞു തരേണ്ടത് മറ്റുള്ളവരാണ്. അതങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നാണ്. ഒരാളുടെ കുറവുകൾ തിരുത്തി കൊടുക്കണം. സാഹിബെ, ഇന്ന കുറവ് താങ്കൾക്കുണ്ട് എന്ന് പറയുമ്പോ അയാളോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. അങ്ങനത്തെ ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയല്ലേ വേണ്ടത്. എന്റെ തെറ്റുകൾ എന്താണ്, കുറവുകൾ എന്താണ് എന്ന് പറഞ്ഞു തരുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ നാം സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്, ഉൾക്കൊള്ളുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് അന്യന്റെ കുറവുകൾ കണ്ടെത്തലല്ല, അതിനെല്ലാവർക്കും നല്ല ഉഷാറാണ്. അന്യന്റെ കുറവുകൾ കണ്ടെത്താൻ ഒരാൾക്കും ഒരു പ്രയാസവുമില്ല. അവനവന്റെ കുറവുകൾ കണ്ടെത്താനാണ് പലപ്പോഴും പ്രയാസം ഉണ്ടാവുക. സാധാരണ ഒരു ഉദാഹരണം പറയാറുണ്ട്. ചില മനുഷ്യന്മാര് കുറ്റങ്ങൾ മാത്രമേ പറയുള്ളൂ. കുറ്റം നാവ് പൊന്തുന്നത് തന്നെ കുറ്റം പറയാനായിരിക്കും. സാധാരണ ഒരു സംഭവം പറയാറുണ്ട്. ഒരു നാട്ടിലൊരാള് ഏതാളുടെ വീട്
പുതിയ വീടിരിക്കൽ ചെന്നാലും ഒരു ചങ്ങാതി എപ്പോഴും കുറ്റം പറയും. വീടൊക്കെ ഉഷാറായിട്ടുണ്ട്, പക്ഷെ ആ ഒരു സംഗതി കുറച്ചൊന്ന് ശരിയാക്കാനുണ്ട്, അതും കൂടി അങ്ങോട്ട് ഉഷാറായി ശരിയായിട്ടുണ്ടെങ്കിൽ സംഗതി ടോപ്പായിട്ടോ എന്നിട്ട് പറയും. അങ്ങനെ നാട്ടിലുള്ള എല്ലാ പുതിയ വീട് വെച്ച ആളുകളൊക്കെയും ഈ ചങ്ങാതിയുടെ നാവിന്റെ ശല്യം അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഒരാൾ തീരുമാനിച്ച് ആ ചങ്ങാതിന്റെ നാവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നല്ല ഭദ്രമായ ഒരു ന്യൂനതയും കുറവുമില്ലാത്ത രീതിയിൽ ഒരു വീട് വെക്കണം. അങ്ങനെയൊക്കെ പ്ലാനൊക്കെ ചെയ്തെല്ലാം റെഡിയാക്കി വീടൊക്കെ വെച്ച് അങ്ങനെ നാട്ടുകാരൊക്കെ വിളിച്ച് ആ എല്ലാ വീട്ടിലും പോയിട്ട് കുറ്റം പറയുന്ന ചങ്ങാതി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം വന്ന് വീടൊക്കെ ഇങ്ങനെ 4 പുറക്കെ ഇങ്ങനെ നോക്കി, എന്താപ്പോ കുറ്റമൊന്നും കാണാൻ മാത്രം ഒന്നും ഇല്ലല്ലോ, സംഗതി ഒക്കെ ഉഷാറാണല്ലോ, പക്ഷെ ഇത് പൊളിക്കണമെങ്കിൽ ഇത്തിരി പ്രയാസമാണ് കേട്ടോ. ഇങ്ങനെയുള്ള മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ടാവും, കുറേ ഉണ്ടാവും. അതുകൊണ്ട് അവനവന്റെ കുറവുകൾ കണ്ടെത്തിയിട്ട് തിരുത്തി മുന്നോട്ട് പോകുവാൻ ശ്രമിക്കേണ്ടത്. ചില ആളുകളൊക്കെ അനിയന്ത്രിതമായ കോപമുള്ള ആളുകളായിരിക്കും. അത് കുടുംബജീവിതത്തിൽ പ്രകടിപ്പിക്കാറുണ്ട്, സാമൂഹിക ജീവിതത്തിൽ പ്രകടിപ്പിക്കാറുണ്ട്, മറ്റു പല സന്ദർഭങ്ങളിൽ പ്രകടിപ്പിക്കാറുണ്ട്. വലിയ ഒരു വില്ലനാണ് ദേഷ്യം എന്ന് പറയുന്നത്. എനിക്കറിയാവുന്ന ഒരു സുഹൃത്തുണ്ട്, വീട്ടില് ഭാര്യയുമായിട്ട് എപ്പോഴും പ്രശ്നം. സുഹൃത്തൊന്നല്ല, ഒരു 10-75 വയസ്സൊക്കെ ഉണ്ട്, 2-3 ഉംറയൊക്കെ ചെയ്തിട്ടുണ്ട്, ഹജ്ജൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ട് ഒരു 40-35 വയസ്സ് മുതലേ പ്രശ്നം. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയലും അടിപിടി കൂടലും കിട്ടിയത് കൊണ്ട് അടിക്കലും മേടലും ഒക്കെ അവിടെ നടക്കലുണ്ട്. ഒരു ദിവസം എന്നെ വീട്ടിലേക്ക് ഇദ്ദേഹത്തിന്റെ ഭാര്യ വിളിച്ചു വരുത്തി. എന്റെ നാടൊന്നും അല്ല കേട്ടോ, ഇപ്പൊ അവിടെ ആരന്വേഷിക്കാനൊന്നും വേണ്ട. വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, ഭാര്യ പറയാണ്, പട്ടിയക്കോലും കൊണ്ടാണ് എന്നെ കാലിൽ കടിച്ചിരിക്കുന്നത്, കാലില് ഞരമ്പിന് എല്ലിന് ചെറിയൊരു പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. കേസ് എന്താ ചോദിച്ചു. അപ്പോ കേസ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഇയാൾക്ക് നല്ല വിശപ്പുള്ള ആളാണ്, നല്ലോണം തിന്നാൻ കിട്ടണം, അത് സമയത്തിന് കിട്ടണം, കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പൊ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വളമ്പി കൊടുക്കുന്നില്ല, മൂപ്പര് അടുക്കളയിൽ നിന്ന് പോയിട്ട് മൂപ്പര് കഴിക്കല. കാരണം വളമ്പി കൊടുക്കാൻ മാത്രമുള്ള സ്നേഹം അവർ തമ്മിലില്ല. അപ്പൊ വന്നിട്ട് കഴിക്കുന്ന പ്ലേറ്റ് ഉണ്ട്, ആ പ്ലേറ്റ് കൊണ്ടാണ് ഭക്ഷണം മൂടി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു, ഭർത്താവ് എന്ത് ചെയ്തു, ആ കാലത്തിലെ പ്ലേറ്റ് എടുത്തിട്ട് അതിൽ തന്നെ ചോറ് വിളമ്പി. എന്നിട്ട് മൂപ്പരാണ്ട് ഡൈനിങ് ടേബിളിൽ പോയിട്ട് കഴിച്ചു. ചോറ് തുറന്നു കിടക്കാൻ. അതിൽ അങ്ങോട്ട് നിങ്ങൾക്കത് വേറെ പാത്രം എടുത്താൽ പോരെ, മൂടി വെച്ച പാത്രത്തിൽ തന്നെ ചോറ് എടുക്കണം. തുടങ്ങി പ്രശ്നം. അങ്ങോട്ട് തുടങ്ങിയിട്ട് 4 വീക്കൊക്കെ അങ്ങ് വീക്കിയപ്പോ ഭാര്യ പറഞ്ഞ്, ഞാൻ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നു. അപ്പൊ ഇയാൾ അങ്ങോട്ട് ദേഷ്യം അങ്ങോട്ട് വന്നിട്ട്, കാരണം വിഷം നിൽക്കുന്ന സമയമാണ്, ദേഷ്യമൊക്കെ അങ്ങോട്ട് വന്നിട്ട് കലി തുള്ളിയിട്ട് അയാൾ പറഞ്ഞു, പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാലേ എന്നെ പോലുള്ള ആണുങ്ങൾക്ക് ഉള്ളതാ, നിന്നെ പോലെ പെണ്ണുങ്ങൾക്ക് പെറ്റി കിടക്കാനുള്ളതല്ല എന്നൊക്കെ ഡയലോഗ് കാച്ചിട്ട് മൂപ്പരങ്ങോട്ട് ദേഷ്യം അങ്ങോട്ട് തീർക്കണം. മൂക്കത്താണ് ശുണ്ടി. ഇതൊക്കെ പല കുടുംബത്തിലും ഇത്തരം ആളുകളൊക്കെ ഉണ്ടാവും. ഞാൻ പറയുന്നത് ഇത് നമ്മുടെ ഒരു കുറവാണ്, ന്യൂനതയാണ്. കുടുംബജീവിതത്തിൽ ഇതൊക്കെ ധാരാളം കാണുവാൻ സാധിക്കും. ഭാര്യയോട് പൊട്ടിത്തെറിക്കുന്ന ആളുകളുണ്ട്, ഏത് സമയവും പൊട്ടിത്തെറിക്കുന്ന ആളുകളുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസം മുതൽ അടികൂടി. ഇപ്പോൾ മൂത്ത മകൻ +2 കഴിഞ്ഞിരിക്കുന്നു, ഇപ്പോഴും അടി നിർത്തിയിട്ടില്ല. അങ്ങനെയുള്ള കുടുംബത്തെ എനിക്കറിയാം. ഭയങ്കര പ്രശ്നങ്ങളാണ്. എന്നിട്ട് ഭാര്യ വീട്ടിലേക്കുള്ള വഴി പോലും അറിയാത്ത അവസ്ഥ. ഭാര്യയോട് തെറ്റിയിട്ട് ഭാര്യ വീട്ടിലേക്ക് പോകണില്ല. അങ്ങനെ മൂപ്പര് ഏതോ ഒരു സ്ഥാപനത്തിലൊക്കെ ജോലി ചെയ്യാണ്. ഭാര്യയുടെ ഉപ്പ മരിച്ചു. അപ്പൊ സ്ഥാപനത്തിലുള്ള ആളുകളൊക്കെ ഇങ്ങോട്ട് വന്നു, വീട്ടിലേക്ക് വന്നു. ഭാര്യ വീട്ടിലേക്ക് ഈ പയ്യൻ പോയിട്ട് കുറെ ദിവസം അയക്കണം, ദിവസമല്ല വർഷങ്ങളയക്കണം. അത് രാത്രിയാണ്. ഇപ്പൊ പകൽ തന്നെ പോകാൻ അറിയാത്ത ആളാണ് രാത്രി പോണത്. അപ്പൊ സ്വന്തം അനുജനെ വിളിക്കുക, ഭാര്യ വീട്ടിലുള്ള വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് സ്വന്തം അനുജനെ വിളിക്കുക. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇത്തരം ഒരുപാട് കേസുകൾ നമുക്ക് നമ്മുടെ കുടുംബത്തിലൊക്കെ കാണുവാൻ സാധിക്കും. ഞാൻ പറയുന്നത് ഇവിടെയൊക്കെ വില്ലൻ വിദ്വേഷമാണ്, ദേഷ്യമാണ്, കോപമാണ്. ഇത് നാം മനസ്സിലാക്കിയിട്ട് വേണം റമദാനിലേക്ക് പ്രവേശിക്കുവാൻ. രണ്ടാമത്തേത്, തെറ്റി നടക്കുന്ന പ്രകൃതമുള്ള ഒരുപാട് ആളുകളുണ്ട്. തെറ്റി നടക്കുക, വാപ്പാനോടും ഉമ്മാനോടൊക്കെ തെറ്റി നടക്കുന്ന ആളുകൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഉമ്മാനോടൊക്കെ തെറ്റി നടക്കുന്ന ആ ചങ്ങാതിനൊക്കെ ഈ സമൂഹത്തിൽ വെച്ചിരുത്താൻ പറ്റും.
ഉമ്മാനോടും വാപ്പാനോടും തെറ്റി നടക്കുന്ന ആൾ. അവന്റെ സ്വന്തം വയറൊന്ന് നോക്കിയ പോരെ. പൊക്കിൾക്കൊടി എന്നൊരു സാധനം ഉണ്ടല്ലോ, ഉമ്മയും മകനും തമ്മിലുള്ള ബന്ധമാണത്. ലോകത്തെ ഒരു വൈദ്യശാസ്ത്രത്തിനും ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രധാനപ്പെട്ട സംഗതിയാണത്. അതാണ് പൊക്കിൾക്കൊടി ബന്ധം എന്ന് പറയുന്നത്. അതാണ് മാതാവുമായുള്ള ബന്ധം. എന്നിട്ട് മാതാവിനോടും പിതാവിനോടും ഒക്കെ തെറ്റി നടക്കുന്ന, അയൽവാസികളോട് തെറ്റി നടക്കുന്ന, ജ്യേഷ്ഠാനുജന്മാരോട് തെറ്റി നടക്കുന്ന ആളുകൾ, ഇവർ ഈ മനസ്സ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് റമദാനിലേക്ക് പ്രവേശിക്കുക? അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാപ്പും അവന്റെ ഇസ്തിഗ്ഫാറും അവന്റെ പ്രത്യേകമായ നോട്ടവും ഒക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ഇത്തരം ദുസ്വഭാവങ്ങളിൽ നിന്ന് മാറേണ്ടതുണ്ട്. റമദാൻ വന്നാൽ എല്ലാം മാറണം. ആകാശം മാറുന്നു, ഭൂമി മാറുന്നു, ജനങ്ങളുടെ മനസ്സുപോലും റമദാനാകുമ്പോൾ മാറേണ്ടതുണ്ട്. ആകാശവും ഭൂമിയും ഒക്കെ മാറുമ്പോൾ സ്വാഭാവികമായും ജനങ്ങളുടെ മനസ്സും പരിശുദ്ധ റമദാനിന്റെ ആഗമനത്തോടുകൂടി മാറേണ്ടതുണ്ട് എന്ന് ഞാനും നിങ്ങളും ഒക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സന്ദർഭത്തിൽ ലൈലത്തുൽ ഖദ്ർ ഏതാണ്, ഏത് ദിവസമാണ് എന്ന് മുസ്ലിം സമുദായത്തെ അറിയിക്കുവാൻ വേണ്ടി വന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തിലേക്ക് ഇറങ്ങി വരാൻ. അപ്പണ്ട് മദീന പള്ളിയുടെ പരിസരത്ത് രണ്ടാളുകൾ ഭയങ്കരമായിട്ട് തർക്കം, ഷണ്ടകൂടാണ്, ഒച്ചയും ബഹളമൊക്കെ ഉണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഏത് ദിവസമാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയാൻ വേണ്ടിയിട്ട് വരികയാണ്. ഈ രണ്ട് പടപ്പുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷണ്ട കൂടുകയും കയർക്കുകയും ഒച്ചയിട്ട് സംസാരിക്കുമൊക്കെ ചെയ്യുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. ഉബാദത്ത് ബിൻ സാമിദ് റളിയല്ലാഹു അൻഹു ആ സംഭവം വിവരിക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ലൈലത്തുൽ ഖദ്റിന്റെ ഏത് ദിവസമാണെന്ന് പറയാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ വന്നപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. ഉടനെ അള്ളാഹിന്റെ റസൂൽ ആ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി അതിലേക്ക് ഇടപെട്ട് പ്രശ്നമൊക്കെ അന്വേഷിച്ച് അതിനൊക്കെ സുൽഹൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം ഏത് ദിവസമാണ് എന്ന് പറയാനുള്ള ആ സംഗതി അള്ളാന്റെ റസൂല് മറന്നുപോയി എന്നാണ്. അള്ള മറപ്പിച്ചു കളഞ്ഞു എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു മുസ്ലിം സമൂഹത്തിലെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഘർഷവും സംഘട്ടനാവസ്ഥയും ഒക്കെ അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു അനുഗ്രഹം അത് മറപ്പിച്ചു കളഞ്ഞുവെങ്കിൽ ഈ മുസ്ലിം കുടുംബത്തിലും സമൂഹത്തിലും മുസ്ലിം സമൂഹത്തിലെ സംഘടനകൾക്കിടയിലും ഒക്കെയുള്ള സംഘർഷങ്ങളും സംഘട്ടനങ്ങളും അള്ളാഹുവിന്റെ എത്ര അനുഗ്രഹങ്ങളായിരിക്കും തടയപ്പെട്ടിട്ടുണ്ടാവുക. ഇതാണ് ഞാനും നിങ്ങളും ആ വിഷയത്തിൽ ചിന്തിക്കേണ്ടത്. മുസ്ലിം സംഘടനകൾക്കിടയിലെ ശൈഥില്യമൊക്കെ ഇന്ന് എടുത്തു പറയാൻ മാത്രമാണുള്ളത്. വല്ലാത്തൊരു ദുരവസ്ഥയാണ് ഈ ഇസ്ലാമിക സമൂഹത്തിന്റെ അവസ്ഥ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റുകൊടുക്കുക. മതരാഷ്ട്രവാദികൾ അവരാണ്, ഭീകരവാദികളും തീവ്രവാദികളൊക്കെ അവരാണ്, ഞങ്ങളല്ല. ഓരോരുത്തരും ഇതര ആളുകളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ ഇസ്ലാമിലെ ശത്രുക്കൾ ഖുർആനാണ് ഭീകരവാദത്തിന്റെ കേന്ദ്രം എന്നാ പറയുന്നത്. തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും കേന്ദ്രം, പ്രധാന ബിന്ദു അത് ഖുർആനാണ് എന്നാണ് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് മുസ്ലിം സമുദായത്തിലെ ചില സംഘങ്ങൾ ഇതര സംഘങ്ങളെ പരസ്പരം തീവ്രവാദികളും ഭീകരവാദികളും ഒക്കെ ആക്കുന്നത് കാണാൻ സാധിക്കും. സംഘടനാ പക്ഷപാതിത്വം പച്ചയായ സത്യങ്ങളെ കുഴിച്ചുമൂടുന്നു. സംഘടനാ പക്ഷപാതിത്വം കാരണമായിട്ട് ഞാൻ 2-3 ഉദാഹരണം മാത്രം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ. സാധാരണ കേൾക്കുന്ന ഉദാഹരണം തന്നെയാണ്, സലാം പറയാൻ പാടില്ല. ഒരു മുസ്ലിമെ കണ്ടാൽ സലാം പറയണമെന്ന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പക്ഷെ സലാം പറയാൻ പാടില്ല. ഇത് എവിടുന്ന് വന്നു? സംഘടനാ പക്ഷപാതിത്വം കൊണ്ട് വന്നതാണ്. ഇന്ന ആളെ പിന്തുടർന്ന് നമസ്കരിക്കാൻ പാടില്ല, പക്ഷപാതിത്വത്തിന്റെ റിസൾട്ടാണ്. മലയാളത്തിൽ ഖുതുബ നടത്തുന്നത് ഹറാമാണ്, അവിടെ ജുമഅക്ക് പോവാൻ പാടില്ല. എവിടുന്ന് വന്നു? പക്ഷപാതത്തിന്റെ ഫലമായിട്ടാണ്. സക്കാത്ത് സംഘടിതമായി കൊടുക്കൽ ബാത്തിലാണ്, ഒറ്റയ്ക്കാണ് കൊടുക്കേണ്ടത്. ഒറ്റയ്ക്ക് സക്കാത്ത് കൊടുത്താൽ ഈ സമൂഹത്തിലെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ നീങ്ങുമോ? നീങ്ങുകയില്ല. സാമൂഹികമായിട്ട് ചെയ്യുമ്പോഴേ നീങ്ങുകയുള്ളൂ. പക്ഷേ സക്കാത്ത് സംഘടിതമായിട്ട് കൊടുക്കൽ അത് ബാത്തിലാണ്, കൊടുത്താൽ അതിന് റിസൾട്ട് കിട്ടുകയില്ല എന്ന് പറയുന്നു. സ്ത്രീകളുടെ പള്ളിപ്രവേശം ഹറാമാണ് എന്ന് പറയുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന പള്ളിയിലും മസ്ജിദുൽ ഹറാമിലും ഒക്കെ നമസ്കരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് വനിതാരത്നങ്ങളുണ്ട്. അവർ അത് ആഗ്രഹിച്ചുകൊണ്ടാണ് ഉംറയ്ക്കും ഹജ്ജിനും ഒക്കെ പോകുന്നത്. പക്ഷേ പുരോഹിത വർഗം അവിടെ ഇപ്പോഴും
മസ്ജിദുൽ ഹറാമിൽ ജമാഅത്തായിട്ട് നമസ്കരിക്കുവാൻ സ്ത്രീകളെ പലപ്പോഴും സമ്മതിക്കാറില്ല. ഉംറയ്ക്ക് പോകുന്ന സ്ത്രീകളെ സമ്മതിക്കാറില്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ചില ഗ്രൂപ്പുകളിൽ കാണുവാൻ സാധിക്കും. ഇത് സംഘടനാ പക്ഷപാതിത്വത്തിന്റെ ഫലമായി വളരെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ പോലും നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ ദീനിനെ തകിടം മറിച്ചുകൊണ്ട് സമാന്തരമായ വേറൊരു ദീൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഗുരുതരമായ വിഷയമാണ്. ഖിലാഫും ഇഖ്തിലാഫും അറബി ഭാഷയിൽ രണ്ട് പദങ്ങളാണ്. ഒന്ന് ഖിലാഫ്, മറ്റൊന്ന് ഇഖ്തിലാഫ്. ഇഖ്തിലാഫ് നല്ലതാണ്, പക്ഷേ ഖിലാഫ് അത് മഹാമോശമാണ്. ഖിലാഫ് അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? സത്യങ്ങളൊക്കെ കുഴിച്ചുമൂടും. സംഘടനാ പക്ഷപാതിത്വം കാരണമായിട്ട് സത്യങ്ങളെല്ലാം കുഴിച്ചുമൂടും. അതിനാണ് ഖിലാഫ് എന്ന് പറയാം. ഇഖ്തിലാഫ് എന്ന് പറഞ്ഞാൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവും. അത് ഉമ്മത്തിന് നിഅമത്താണ്, ഖൈറാണ് എന്നാണ്. ഞാൻ ഒറ്റ ഉദാഹരണം മാത്രം വേറെ വിഷയത്തിലേക്ക് പോകും. ഇഖ്തിലാഫ് എന്ന് പറയുന്നത് ഉമ്മത്തിന് ഖൈറാണ്. ഉദാഹരണത്തിന് ഷാഫി മദ്ഹബില് സ്വന്തം ഭാര്യ പോലും അന്യ സ്ത്രീയാണ്. ഷാഫി മദ്ഹബില് ഭർത്താവ് ഭാര്യയെ സ്പർശിച്ചാൽ, ഭാര്യ ഭർത്താവിനെ ഒന്ന് മുട്ടിയാൽ, ഒതു ഉണ്ടാക്കിയതിനു ശേഷം മുട്ടിയാൽ പിന്നെ ഒതു പോയിന്നാ, പിന്നെ ആദ്യം ഒതു ഉണ്ടാക്കണം എന്നാ ഷാഫി മദ്ഹബില്. എന്നാ ഹനഫി മദ്ഹബില് അങ്ങനെയല്ല. ഇതിന് ഇഖ്തിലാഫ് എന്നാണ് പറയാ. പക്ഷേ ഈ ഷാഫി മദ്ഹബുകാരൻ ഹജ്ജിനും ഉംറയ്ക്കും പോകുമ്പോ മദ്ഹബ് അങ്ങോട്ട് മാറ്റും. കാരണം എന്താ? തവാഫ് ചെയ്യുമ്പോ ഏതൊക്കെയോ വലിയ വലിയ ആഫ്രിക്കയിലും പാകിസ്ഥാനിലൊക്കെ പെണ്ണുങ്ങൾ വന്നിട്ട് ഒറ്റ തള്ളിയിട്ടാണ് ഹജറുൽ അസ്വദും അതേപോലെ തവാഫൊക്കെ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് മുന്നോട്ട് വരാ. തട്ടലോട് തട്ടലും മുട്ടലോട് മുട്ടലേക്ക് അവിടെ നടക്കുക. അള്ളാഹിന്റെ ഉളു പോയി എന്ന് പറഞ്ഞിട്ട് ഒതു ഉണ്ടാക്കാൻ പോയ ഷാഫി മദ്ഹബുകാരൊക്കെ പൈപ്പിന്റെ ഉള്ളിലേക്ക് ഉണ്ടാവുക. അവർക്ക് ഹജ്ജ് ഉംറ പൂർത്തിയാക്കാൻ കഴിയില്ല. പക്ഷെ ഹനഫി മദ്ഹബിന്റെ ആളുകളൊക്കെ ഹജ്ജ് ഉംറ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ടാവും. അപ്പൊ അവിടെ എന്ത് ചെയ്യും? ഷാഫി മദ്ഹബിന്റെ ആളുകൾ എന്ത് ചെയ്യും? സംഗതിയൊക്കെ നമ്മൾ ഷാഫി മദ്ഹബാണ്, പക്ഷെ ഇപ്പൊ തൽക്കാലത്തേക്ക് ഹനഫി മദ്ഹബിലെ കണ്ട് മാറിക്കോളി എന്ന് പറയും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊടുക്കലും വാങ്ങലൊക്കെ ഉണ്ട്. ഇത് ഇഖ്തിലാഫ്, ഇത് അനുഗ്രഹമാണ്. അങ്ങനെയാണ് കുനൂത്ത് സുബഹിക്ക് ഓതുന്നവരും കുനൂത്ത് ഓതാത്തവരും ഉണ്ടായത്. ഷാഹ് വലിയുള്ള ദഹ്ലവി അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു ചെറിയൊരു കിതാബുണ്ട്, അൽ ഇൻസാഫു ഫി ബയാനി അസ്ബാബിൽ ഇഖ്തിലാഫ്. അഭിപ്രായ വ്യത്യാസങ്ങളിൽ, ഇഖ്തിലാഫുകളിൽ എങ്ങനെയാണ് നീതിപൂർവമായ രീതി സ്വീകരിക്കുക. വളരെ കുറഞ്ഞ പേജുകളുള്ള പുസ്തകമാണ്. അദ്ദേഹം അതിൽ പറയാണ്, വഖദ് കാന ഫി സ്വഹാബത്തി വത്താബിഈന വമൻ ബഅദഹും മൻ യഖറഉൽ ബസ്മല വമിൻഹും മൻ ലാ യഖറഉഹാ. സഹാബികളുടെ കൂട്ടത്തിലും താബിഈങ്ങളുടെ കൂട്ടത്തിലും താബിഈങ്ങളുടെ കൂട്ടത്തിലും നമസ്കരിക്കുമ്പോൾ ബിസ്മി ഉറക്കെ ഓതുന്നവരുണ്ടായിരുന്നു, ബിസ്മി പതുക്കെ ഓതുന്നവരുണ്ടായിരുന്നു ഫാത്തിഹയിൽ. വമിൻഹും മൻ യഖ്നുതു ഫീ സ്വലാത്തിൽ ഫജ്രി വമിൻഹും മൻ ലാ യഖ്നുത്. സുബഹി നമസ്കരിക്കുമ്പോൾ കുനൂത്ത് ഓതി നമസ്കരിക്കുന്നവരുമുണ്ടായിരുന്നു, കുനൂത്ത് ഓതാതെ നമസ്കരിക്കുന്നവരുമുണ്ടായിരുന്നു. വമിൻഹും മൻ യതവല്ലഉ മിൻ അക്ലി ലഹ്മിൽ ഇബ്ലി വമിൻഹും മൻ ലാ യതവല്ല. ഒട്ടകത്തിന്റെ മാംസം കഴിച്ചതിന് ശേഷം പഴയ ഉളു കൊണ്ട് നമസ്കരിക്കുന്നവരുണ്ടായിരുന്നു, പുതിയ ഉളുവെടുത്ത് നമസ്കരിക്കുന്നവരുണ്ടായിരുന്നു. വമിൻഹും മൻ യതവല്ലഉ മിൻ മസ്ജിദ് ദക്കരി വമിൻഹും മൻ ലാ യതവല്ല. ഗുഹ്യഭാഗം സ്പർശിച്ചാൽ പഴയ ഉളു കൊണ്ട് നമസ്കരിക്കുന്നവരുമുണ്ടായിരുന്നു, പുതിയ ഉളുവെടുത്ത് നമസ്കരിക്കുന്നവരുമുണ്ടായിരുന്നു. പക്ഷേ അവരാരും വേറെ വേറെ ടീമായിട്ട് മാറി വ്യതിചലിച്ചു പോയില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇമാമാക്കി നമസ്കരിച്ചിരുന്ന അത്ര ആദരവും ബഹുമാനവും അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടെയാണ് നാം ഓരോരുത്തരും ചിന്തിക്കുക, വ്യക്തിപരമായ ശൈഥില്യങ്ങൾ, സാമൂഹികപരമായ ശൈഥില്യങ്ങൾ, സംഘടനാപരമായ തർക്കങ്ങളും ശൈഥില്യങ്ങളും പാരവെപ്പുകളും ഒക്കെ ഈ സമൂഹത്തിൽ ഉണ്ടാവുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ലൈലത്തുൽ ഖദ്ർ ഏത് ദിവസമാണ് എന്ന് പ്രഖ്യാപിക്കുവാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾക്കിടയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ തർക്കം പരിഹരിക്കുവാൻ വേണ്ടി ഇടപെട്ടതിന്റെ പേരിൽ ആ സംഗതി മറന്നുപോയി എങ്കിൽ അള്ളാഹുവിന്റെ എത്രയെത്ര അനുഗ്രഹങ്ങൾ നമ്മുടെ ശൈഥില്യം കാരണമായി, കുടുംബപരമായ ശൈഥില്യം, അയൽവാസിപരമായ ശൈഥില്യം, സംഘടനാപരമായ ശൈഥില്യം കാരണമായി എത്രയെത്ര അനുഗ്രഹങ്ങളായിരിക്കും ഈ ഉമ്മത്തിൽ നിന്ന് മാറ്റിയെടുക്കപ്പെട്ടിട്ടുണ്ടാവുക എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി സാമ്പത്തിക രംഗത്തെ അച്ചടക്കമില്ലായ്മ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. സമ്പാദിക്കാനൊക്കെ എല്ലാവർക്കും താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷെ ഹലാലും ഹറാമും ഏറ്റവും കൂടുതൽ അശ്രദ്ധ ഉള്ളത് സാമ്പത്തിക രംഗത്താണ്. ഒന്നുണ്ടാക്കുമ്പോ ഓരോരുത്തരുടെ വസുവാസം കണ്ടാൽ നമ്മൾ ആകെ അന്തം വിടും.
കാലൊക്കെ പഴയ ഹൗദും കരയിൽ ഒരു പ്രത്യേക കാലെഴുതുന്ന സാധനം ഉണ്ടാവൂലേ, അത് ഇങ്ങനെ കുതിയൊക്കെ ഇങ്ങനെ ഒരതി എത്ര സമയം വെള്ളം ഇങ്ങനെ കളയുന്നുണ്ടാവും. ചില മനുഷ്യന്മാരുണ്ട് ഒതുണ്ടാക്കാൻ തുടങ്ങിയ മുഖത്ത് കൂടെ ഇങ്ങനെ താടിയൊക്കെ ചിക്കിട്ട് ഇങ്ങനെ അങ്ങോട്ട് കഴുകി ഇങ്ങനെ എത്തുമ്പത്തിനും ശരീരം മൊത്തം കുളിച്ചോ ഒതുണ്ടാക്കിയ കുളിച്ച പോലെ ഉണ്ടാവും. വസ്വാസ് കൊണ്ടാണ്. പക്ഷേ ഈ വസ്വാസ് സാമ്പത്തിക രംഗത്ത് കാണുന്നേയില്ല. അവിടെ ഒരു പ്രശ്നമില്ല. തോന്നിയതുപോലെ സമ്പാദിക്കുന്നു. അത് ഹലാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ തിരിച്ചറിയാൻ പറ്റുന്നില്ല. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മുസ്ലിം ഉമ്മത്തിന് ഒരു പ്രബോധനം നടത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, യഅതി അലന്നാസി സമാൻ, ഈ ഉമ്മത്തിന് ഒരു കാലഘട്ടം വരാനിരിക്കുന്നു, ലാ യുബാലിൽ മർഉ മാ അഖദ മിൻഹു ഔ മിനൽ ഹലാലി അം മിനൽ ഹറാം. ഈ ഉമ്മത്തിന് ഒരു കാലഘട്ടം വരാനിരിക്കുന്നു, അവർ സമ്പാദിക്കുന്നത് ഹലാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ എന്ന് പരിഗണിക്കാത്തൊരു കാലഘട്ടം. വളരെ ക്ലിയർ അല്ലേ? പലിശ ഇടപാട്, ലോട്ടറി, എന്തെല്ലാം നടക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന ഒരു സാഹിബുണ്ട്, നിസ്കരിക്കാൻ ഫ്രണ്ട് ഉണ്ടോ, ചിലപ്പോ ഇക്കാമത്ത് മൂപ്പര കൊടുക്കുക. അങ്ങനത്തെ ഒരാളുണ്ട്, ഇക്കാമത്ത് മൂപ്പര പള്ളിയിൽ കൊടുക്കും, കയ്യൊക്കെ ഇങ്ങനെ നല്ലോണം കയറ്റി കിട്ടും. പക്ഷേ ലോട്ടറി മൂപ്പരുടെ വീക്ക്നെസ്സാണ്. ലോട്ടറി കടയിൽ ഇങ്ങനെ പോയി അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി അങ്ങനെ നിൽക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ മുമ്പില് ലോട്ടറി ഇത്രയും ആളുകളെ നിസ്കരിക്കാനും അതിനൊക്കെ തയ്യാറും വിളിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ആ ഒരാൾ ഈ ലോട്ടറി എടുക്കുന്നതും അതിന് ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുന്നതും എങ്ങനെ, അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം മൂപ്പരുടെ മുമ്പിൽ അങ്ങനെ വെച്ചു കൊടുത്തു. ഒരിക്കൽ ഞാനൊരു ഓട്ടോ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഡ്രൈവർ ഉണ്ട്. ആ ഡ്രൈവർ മുസ്ലിമായ വ്യക്തിയാണ്. അപ്പൊ വെള്ളിയാഴ്ച ജുമയ്ക്ക് എവിടെ കൂടുതലെന്ന് ചോദിച്ചു. അപ്പൊ ഞാന് ചിലപ്പോ യാത്രയിലാണെങ്കിൽ എല്ലാ വെള്ളിയാഴ്ച എനിക്കൊരു യാത്ര ഉണ്ട് പറഞ്ഞു. എങ്ങട്ടാ യാത്ര എന്ന് ചോദിച്ചു. ലോട്ടറി, നാട്ടിലെ ലോട്ടറി കടയിലേക്ക് ലോട്ടറി കൊണ്ടുവന്ന് കൊടുക്കണം, അതാണ് എന്റെ പണി, വെള്ളിയാഴ്ചത്തെ പണി അതാണ്. അപ്പൊ ഞാൻ ആ സുഹൃത്തിനോട് ചോദിച്ചു, കള്ളാണ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പണി ഒരാളെ ഏൽപ്പിച്ചെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക ചോദിച്ചു. അപ്പൊ അങ്ങോട്ട് ദേഷ്യം ഇങ്ങോട്ട് വന്നിട്ട്, എന്താ സലാമ എങ്ങനെ കളിയാക്കണത്, നീ എന്താ എന്നെ പറ്റി വിചാരിച്ചത്, കള്ളെന്താ ഹറാമല്ലേ, ഞാൻ അങ്ങനെ വെള്ളിയാഴ്ച കൊടുത്തു കൊടുക്കുക, അങ്ങോട്ട് രോഷം കൊണ്ടിട്ട് ഇങ്ങനെ എന്നെ വിമർശിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല അതേ കള്ള് ഹറാമാക്കിയ അല്ല തന്നെയല്ലേ ലോട്ടറിയും ഹറാമാക്കിയത്. ഇന്നമൽ ഖംറു വൽ മൈസിർ, അല്ല തന്നെയല്ലേ പറഞ്ഞത്. ഖംറു മൈസിർ ലോട്ടറി അല്ല ഹറാമാക്കിയതാണ് എന്ന് പറഞ്ഞപ്പോ ഇവനാകെ ലോട്ടറി അപ്പൊ ഹറാമാണല്ലേ. പിന്നെ അവരെന്ത് ചെയ്തു, പിറ്റേ ദിവസം ആ പണി, വെള്ളിയാഴ്ചത്തെ പണി, ലോട്ടറി കൊടുക്കുന്ന പണിയാണ്ട് ഒഴിവാക്കി. അത് ഈ സാഹിബിനോട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് ഈ സാഹിബിനോട് പറഞ്ഞപ്പോ ഈ സാഹിബിന് അപ്പോഴാണ് മനസ്സിലായി. പിന്നെ മൂപ്പര് കുറച്ചൊക്കെ കഴിഞ്ഞപ്പോ വേഗം ഉംറക്കണ്ട് ചെയ്ത് ഇപ്പൊ ആള് വല്ല ഉഷാറായിട്ട് നടക്കണം. അതിന് മുമ്പ് വരെ ലോട്ടറി ഒക്കെ നന്നായിട്ട് എടുക്കും, മക്കളിനൊക്കെ തീറ്റിപ്പോയിട്ട് ലോട്ടറി കാശ് കൊണ്ട്. എന്നിട്ട് ആ മക്കള് വാപ്പാനെ നോക്കാത്ത അവസ്ഥ വന്നു, ഭാര്യ മരിച്ചു, വീട്ടില് മക്കള് കെട്ടിക്കൊണ്ടുവന്ന പെണ്ണുങ്ങള് അവര് വാപ്പാനെ പരിഗണിക്കാത്ത അവസ്ഥ. എന്നിട്ട് പലപ്പോഴും ഭക്ഷണം വീട്ടിലില്ല, ചിലപ്പോൾ വെച്ച് കഴിക്കേണ്ട അവസ്ഥ. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? മക്കളെ തീറ്റിപ്പോറ്റുന്ന കാശ് ഹലാലായ കാശായിരിക്കണം, അല്ലെങ്കിൽ പ്രശ്ന ദുനിയാവിൽ നിന്ന് തന്നെ അതിന്റെ റിസൾട്ട് കിട്ടും. അതുകൊണ്ട് നാം ഒരിക്കലും ഇടപാടുകളിൽ ഹറാമായതിലേക്ക് പ്രവേശിക്കാനേ പാടില്ല. കച്ചവടക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാ ഇടപാട് നടത്തുന്നവരും ശ്രദ്ധിക്കണം. കുറച്ചു മുമ്പ് ഒരു വാഹന ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാറ് ഇങ്ങനൊക്കെ വാങ്ങാനുള്ള പൂജയ്ക്ക് ഇങ്ങനെ ആയപ്പോ ഒരാളോട് ഒരു കാറ് വേണം പറഞ്ഞു. അപ്പൊ അവൻ പറയാണ്, ഒരു സുഹൃത്താണ് പറയാണ്, എല്ലാവർക്കും കാറ് കൊടുക്കണ പോലെ നിങ്ങൾക്ക് തരാൻ പറ്റില്ല. അപ്പൊ എന്താ സാഹിബ് അങ്ങനെ ചോദിച്ചു, എല്ലാവർക്കും കാറ് തരാൻ പറ്റും? ആ നിങ്ങള് പിന്നെ ഖത്തീബും വാഴലൊക്കെ പറയുന്ന ആളല്ലേ, നിങ്ങൾക്ക് അങ്ങനെ തരാൻ പറ്റില്ല. അപ്പൊ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോ കുറച്ച് നുണയൊക്കെ പറയും. നുണ പറയാണ്ടൊന്നും കാറ് കച്ചവടം ഭൂമി കച്ചവടം ഒന്നും നടക്കൂല. എങ്ങനെ വന്ന് സമൂഹം അങ്ങനെയായി മാറിയിരിക്കുന്നു. കച്ചവടത്തിലും ഇടപാടുകളിലും ഒക്കെ സത്യസന്ധത അങ്ങേയറ്റം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. താബീങ്ങളുടെ കാലഘട്ടത്തില് ഒരു വ്യക്തി കച്ചവടം നടത്തുകയാണ്. അപ്പൊ ഡാമേജ് പീസ് ഉണ്ട്. ഡാമേജ് പീസ് അദ്ദേഹം ടെക്സ്റ്റൈൽ ഷോപ്പാണ്. അദ്ദേഹം അത് മുകളിൽ വെച്ചു. അദ്ദേഹം എന്തോ ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയപ്പോ സെയിൽസ്മാൻ ഷോപ്പിലുണ്ട്. ഒരു യഹൂദി സാധനം വാങ്ങുവാൻ വേണ്ടി വന്നു. സാധനം വാങ്ങാൻ വേണ്ടി വന്നപ്പോ സെയിൽസ്മാൻ എന്ത് ചെയ്തു,
ഡാമേജ് പീസ് എടുത്തിട്ട് അതെന്താ സാധനം ചോദിച്ചപ്പോ അത് കുറച്ച് നല്ല രസമുണ്ടല്ലോ, എന്നാ അതും കൊണ്ട് ഇടിക്കും പറഞ്ഞു. സെയിൽസ്മാൻ മുതലാളിക്ക് ലാഭം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ സാധനം എടുത്തിട്ട് കൊടുത്തു. വാങ്ങിയിട്ട് യഹൂദി വാങ്ങിയിട്ട് പോയി. തിരിച്ച് വന്നപ്പോ മുതലാളി നോക്കിയപ്പോ അവിടെ ഉണ്ടായിരുന്ന ഡാമേജ് പീസ് ഇവിടെ കാണുന്നില്ലല്ലോ. അത് ഞാൻ ഒരു ചങ്ങാതി വന്നപ്പോ ഒരു യഹൂദി വന്നപ്പോ യഹൂദിക്ക് കച്ചവടാക്കി എന്ന് പറഞ്ഞു. ഇയാളങ്ങോട്ട് ദേഷ്യപ്പെട്ടിട്ട് മുതലാളി അങ്ങോട്ട് ദേഷ്യപ്പെടാം. എന്നിട്ട് ആ ക്യാഷ് എടുത്തിട്ട് തന്റെ ഷോപ്പിൽ നിന്ന് ഇറങ്ങണം. ആ യാത്ര 3 ദിവസം കഴിഞ്ഞിട്ടാണ് അവസാനിച്ചത്. 3-ാമത്തെ ദിവസം അവസാന സന്ദർഭത്തിലാണ് ആ യഹൂദിയെ കണ്ടെത്തിയത്. അങ്ങനെ യഹൂദിയെ കണ്ടെത്തി കയ്യോടെ പിടിച്ച് ആ സാധനം കൊണ്ട് വാങ്ങി ക്യാഷ് അങ്ങ് തിരിച്ചു കൊടുത്ത് ഇതൊക്കെ പറഞ്ഞപ്പോ, എന്തിനാ നിങ്ങൾ ഇത്ര ബേജാറാവണം, ഞാന് ഡാമേജ് പീസ് വാങ്ങിയത് കള്ളനോട്ട് കൊടുത്തിട്ടാണ് എന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഡാമേജ് പീസ് നിങ്ങളുടെ കടയിൽ നിന്ന് വാങ്ങിയത് കള്ളനോട്ട് കൊടുത്തിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇത്രമാത്രം 3 ദിവസത്തെ യാത്ര ചെയ്തിട്ട് എന്റെ പിന്നാലെ പിന്തുടരുവാൻ മാത്രം എന്താണ് ഇപ്പൊ ഇത്ര സംഭവം, എന്താ ഇപ്പൊ ഇത്ര നടന്നത്? നിങ്ങൾ ചെറിയൊരു ഡാമേജ് ഉള്ള പീസ് അല്ലേ വിറ്റത്, അതിലിട്ട് അത്ര വലിയ പ്രശ്നം? പത്താബി തിരുത്തി കൊടുത്തു. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ശക്തമായ നിർദ്ദേശം ആ വിഷയത്തിലുണ്ട്. കച്ചവടത്തിൽ ഒരു തരിമ്പ് പോലും വഞ്ചന കാണിക്കാൻ പാടില്ല. ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ ശക്തമായ നിർദ്ദേശമാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കാൻ ഞാൻ സൂചിപ്പിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, റമളാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാ സംഗതികളും ഇടപാടുകളും എല്ലാം ക്ലീൻ ആവേണ്ടതുണ്ട്. എല്ലാ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ട് നോമ്പ് റമളാനിൽ അള്ളഹാനോട് പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? ചില ആളുകൾ ലഹരിന്റെ ആളുകളായിരിക്കും. 11 മാസം കയ്യിൽ തൊപ്പി, റമളാനിൽ തലയിൽ തൊപ്പി, 1 മാസം തലയിൽ തൊപ്പി, ബാക്കി 11 മാസം കയ്യിൽ കുപ്പിയായിരിക്കും, ലഹരി വസ്തുക്കളായിരിക്കും. അങ്ങനത്തെ ഒരുപാട് യുവാക്കൾ, ചെറുപ്പക്കാർ ഈ സമുദായത്തിലുണ്ട്. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ കുറവുകൾ എന്താണോ അത് മനസ്സിലാക്കണം. ചില ആളുകൾക്ക് വാട്സപ്പിലൂടെ അന്യ പുരുഷന്മാരുമായിട്ട് അന്യ സ്ത്രീകളുമായിട്ട് ചാറ്റുന്ന പരിപാടിയുള്ളത്. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ കുടുംബജീവിതത്തെ താറുമാറാക്കുന്ന വളരെയധികം വൃത്തികെട്ട അസുഖങ്ങളാണ് ഇതൊക്കെ. ഭർത്താവ് ഗൾഫിലായിരിക്കും, ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവ്, സോഷ്യൽ മീഡിയ, വാട്സപ്പ്, ഇതെല്ലാം അതിനു വേണ്ടി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കാം. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംശയമാണ്, സംശയത്തോടു കൂടിയാണ് അങ്ങോട്ട്. പിന്നെ ഒരു മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയുന്നില്ല. കാരണം എന്നെ വഞ്ചിച്ചവളാണ് അവൾ, എന്നെ വഞ്ചിച്ചവനാണ് അദ്ദേഹം, എന്റെ ഭർത്താവ്. ഈ ഒരു കാഴ്ചപ്പാട് മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബത്തിൽ എന്ത് ശാന്തിയും സമാധാനമാണ് ഉണ്ടാവുക? എത്രയെത്ര കുടുംബങ്ങളാണ് ഇതിന്റെ പേരിൽ തകർന്ന് തരിപ്പണമായിട്ടുള്ളത്. അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ കുറവുകൾ എന്തൊക്കെയാണ് എന്ന് കണ്ടെത്തിയത് വൃത്തിയാക്കിയതിനു ശേഷമായിരിക്കണം പരിശുദ്ധ റമളാനിലേക്ക് പ്രവേശിക്കേണ്ടത്. എന്റെ ന്യൂനത, രഹസ്യമായ ന്യൂനത എനിക്കേ അറിയൂ, വേറൊരാൾക്കും അറിയില്ല. അതുകൊണ്ട് എല്ലാവരും ആ വിഷയത്തിൽ അങ്ങേയറ്റം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. റമളാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാനും നിങ്ങളും റമളാൻ മാസത്തെ പ്ലാൻ 2 പ്ലാൻ 2 റമളാൻ മാസത്തെ ഖുർആനിന്റെ മാസമായിട്ട് നാം ആചരിക്കുക. ഖുർആന്റെ മാസമാണ് പരിശുദ്ധ റമളാൻ. ഹൈന്ദവർക്ക് രാമായണ മാസമുണ്ട്, ക്രൈസ്തവർക്ക് ബൈബിൾ പ്രഘോഷണ മാസമുണ്ട്. മുസ്ലിം സമുദായത്തിന് ഖുർആന്റെ മാസമാണ് പരിശുദ്ധ റമളാൻ. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിലാണ് ഖുർആനിന്റെ അവതരണം തുടങ്ങിയത്. റമളാനിലാണ് ആദ്യമായിട്ട് ഈ റമളാനിന്റെ ഖുർആനിന്റെ മാസമായിട്ട് നമുക്ക് ആചരിക്കുവാൻ കഴിയേണ്ടതുണ്ട്. ഖുർആനിനെ കൂട്ടുകാരനായി സ്വീകരിക്കാൻ കഴിയണം. നമ്മെ പറ്റി പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ അള്ളാഹുവിന് മുമ്പിൽ ശക്തമായ ഒരു പരാതി ഉന്നയിക്കും. സൂറത്തുൽ ഫുർഖാനിൽ ആ പരാതി നമുക്ക് ഇങ്ങനെ വായിക്കുവാൻ സാധിക്കും. വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനോട് പറയും, യാ റബ്ബി, എന്റെ റബ്ബേ, ഇന്ന ഖൗമി ഇത്തഖദൂ, എന്റെ ഈ സമൂഹമുണ്ടല്ലോ, ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ, ഈ ഖൗമ് ഖുർആനിനെ അവഗണിച്ച് കളഞ്ഞിരിക്കുന്നു, അവജ്ഞയോടുകൂടി തള്ളിക്കളഞ്ഞിരിക്കുന്നു, ഖുർആനിനെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറയാറുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പരിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിലുള്ള ഈ ഗ്രന്ഥം, ഇത് ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഗ്രന്ഥമാണ്.
ലോകത്ത് ഒരുപാട് ആളുകളെ ഇസ്ലാമിലേക്ക് ആകർഷിപ്പിച്ച ഗ്രന്ഥമാണ്. ഇന്നും ഈ ഖുർആൻ ലോകത്തെ ഒരുപാട് ആളുകളെ ഇസ്ലാമിലേക്ക് വരുത്തിക്കൊണ്ടേയിരിക്കുന്നു. അത്രയും അത്ഭുതങ്ങൾ നിറഞ്ഞ ഗ്രന്ഥമാണ്. ഖുർആനിലെ പല പദങ്ങളും അങ്ങനെയാണ്. ചില അറബി പദങ്ങൾ അങ്ങനെയാണ്. അമേരിക്കയിലെ ഒരു ടീച്ചർ തന്റെ മുന്നിലുള്ള കുട്ടികൾക്ക് ഒരു വൈറ്റ് പേപ്പർ ചെറിയ കഷ്ണം കൊടുത്തിട്ട് ഓരോ കുട്ടിയോടും ഓരോരുത്തർക്കും ആവാനുള്ള ആഗ്രഹം എന്താണെന്ന് എഴുതാൻ വേണ്ടി പറഞ്ഞു. എല്ലാ കുട്ടികളും അവനവന്റെ ആഗ്രഹങ്ങളൊക്കെ എഴുതി, സാധാരണ കുട്ടികളൊക്കെ എഴുതുന്ന പോലെ ഡോക്ടർ, എഞ്ചിനീയർ, അങ്ങനെയൊക്കെ എഴുതി. പക്ഷെ ഒരു കുട്ടി മാത്രം സഹാബ എന്നുള്ള പദം എഴുതിയത്. ടീച്ചർക്കാണെങ്കിൽ എന്താ ഈ സഹാബ? കുട്ടിയോട് ചോദിച്ചു, എന്താ കുട്ടി സഹാബ എന്ന് പറഞ്ഞ എന്താ? അപ്പൊ കുട്ടി പറഞ്ഞു, അവർ നല്ലവരാണെന്ന് എനിക്കറിയാം, കൂടുതൽ അറിയണേ എന്റെ ഉമ്മയോട് ചോദിക്കണം എന്ന് പറഞ്ഞു. ഉടനെ ഉമ്മയുടെ നമ്പർ തേടി പിടിച്ചിട്ട് ആ ടീച്ചർ വിളിക്കണം. എന്താണ് നിങ്ങളുടെ മോന്? ബാക്കിയുള്ളവരൊക്കെ വ്യത്യസ്ത ആഗ്രഹങ്ങൾ, ഡോക്ടർ, എഞ്ചിനീയർ ഒക്കെ പ്രകടിപ്പിച്ചപ്പോ നിങ്ങളുടെ മകൻ മാത്രം സഹാബ എന്ന പദം എഴുതി വെച്ചിരിക്കുന്നു. ആരാണ് ഈ സഹാബികൾ? അപ്പൊ മുമ്പ് ഒരു 5-10 മിനിറ്റ് ആ സ്ത്രീക്ക് സഹാബികളെ പറ്റി വിശദീകരിച്ചു കൊടുക്കണം. പിന്നെ ആ ടീച്ചർ പഠിക്കണം. അവസാനം ഇസ്ലാമിലേക്ക് വരണം. ഖുർആനിലെ ചില പദങ്ങൾ പോലും അങ്ങനെ അത്ഭുതകരമാണ്. അമേരിക്കയിലെ വിദ്യാഭ്യാസ വിദഗ്ധ അവർ പരിശുദ്ധ ഖുർആനിലെ ഒരു ശൈലി, ചെറിയൊരു ശൈലി, ആ ശൈലിയാണ് വലിയ ഒരു ഗവേഷണകാരിയായ ആ സ്ത്രീയെ മാറ്റിമറിച്ചത്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹ്. നമ്മൾ എപ്പോഴും ഓതുന്ന സൂറത്താണ് സൂറത്തുൽ ബഖറ, അല്ലേ? സൂറത്തുൽ ബഖറ, ബഖറ എന്ന് പറയുന്ന അർത്ഥം പശു. ഗസയിലെ വംശീയ ഉന്മൂലനം ലോകത്ത് 10,000-കണക്കിന് ആളുകളെ ഖുർആനിലേക്ക് ആകർഷിച്ചു. ഒരുപാട് ആളുകൾ, 19,000 ആളുകൾ കൊല്ലപ്പെട്ടു, അതിലേറെ ആളുകൾക്ക് പരിക്ക് പറ്റി. പക്ഷേ ഗസയിലെ മുസ്ലിം സമൂഹത്തിന്റെ ഖുർആനുമായുള്ള ബന്ധവും ആത്മബന്ധവും ഇത് പൊതുസമൂഹം കണ്ടപ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് 60,000-ലും 70,000-ലും മേലെ ആളുകൾ ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ ഇസ്ലാമിലേക്ക് വന്നു എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആൻ അത്ഭുതകരമായ ഗ്രന്ഥമാണ്. ഈ അത്ഭുതകരമായ ഗ്രന്ഥം, ഈ ഗ്രന്ഥത്തോട് ചില കടപ്പാടുകൾ എനിക്കും നിങ്ങൾക്കും ഉണ്ടാവേണ്ടതുണ്ട്. 3-4 കടപ്പാടുകൾ പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. അതിലൊന്നാണ് തിലാവത്തുൽ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് റമളാനും ഖുർആനുമാണ്. ഖുർആൻ ഇറങ്ങിയ മാസമാണ്. അതുകൊണ്ട് ഖുർആനിനോടുള്ള ചില കടപ്പാടുകൾ, അതിൽ ഒന്നാമത്തെ കടപ്പാട് തിലാവത്തുൽ ഖുർആൻ. നിത്യവും ഞാനും നിങ്ങളും പാരായണം ചെയ്യേണ്ടതുണ്ട്. ഒന്നും മനസ്സിലായില്ലെങ്കിലും പാരായണം കേൾക്കുന്നതിലും ആനന്ദം കണ്ടെത്തുന്ന സമൂഹമാണ് മുസ്ലിം സമൂഹം. പാരായണത്തിലും കേൾക്കുന്നതിലുമൊക്കെ ആനന്ദം കണ്ടെത്തുന്ന സമൂഹമാണ് മുസ്ലിം സമൂഹം. ഒരു വലിയ അറബി പണ്ഡിതൻ പറഞ്ഞു, വഖദ് റഅയ്തു ബി ഉമ്മി ഐനി ഉനാസൻ ഫിൽ ഹജ്ജ്. ഞാൻ ഹജ്ജിന് പോയപ്പോൾ ഒരുപാട് ആളുകളെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. ലൗ തസ്അലുഹു, നീ അവരോട് ചോദിച്ചാൽ, മസ്മുക്, എന്താ നിന്റെ പേര് എന്ന് ചോദിച്ചാൽ, ലാ യഅരിഫ്, അവർക്ക് പറയാൻ കഴിയില്ല. കാരണം അവർക്ക് അറബി ഭാഷ അറിയില്ല. ലകിന്നഹു യതലദ്ദദു ബിഖിറാഅത്തിൽ ഖുർആൻ. പക്ഷെ ആ ടീം ഉണ്ടല്ലോ, യതലദ്ദദു ബിഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ പാരായണം കേട്ടിട്ട് ആനന്ദം കൊള്ളുകയാണ്, ആസ്വദിക്കുകയാണ്. കഅന്നഹു ലുഗത ഉമ്മിഹി വ അബി, ആ സ്വന്തം മാതൃഭാഷ പോലെയാണ് അവർ. അദ്ദേഹം പറയാണ്, വ അന അതഹദ്ദ അയ്യ ഇൻസാനിൻ, ഞാൻ എല്ലാ ഓരോ മനുഷ്യരെയും ഞാൻ വെല്ലുവിളിക്കുന്നു. അലാ വജ്ഹിൽ അർള്, ഈ ഭൂമിയിലുള്ള എല്ലാവരെയും ഞാൻ വെല്ലുവിളിക്കുന്നു. യതലദ്ദദു ബിഖിറാഅത്തി കിതാബി ബിലുഗത്തിൻ ലാ യഫ്ഹമുഹാ, ലോകത്ത് ഏതെങ്കിലും ഒരു വ്യക്തി തനിക്കറിയാത്ത ഭാഷയിൽ എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ട് ആനന്ദം കൊള്ളുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ലോകത്തുണ്ടോ? ഏതെങ്കിലും ഒരു ഭാഷയുണ്ടോ? എങ്കിൽ ഒരേ ഒരു ഭാഷ, അത് അറബി ഭാഷയാണ്, അത് ഖുർആനിന്റെ ഭാഷയാണ്. ആ ഭാഷ, അതിൽ എന്താണ് അള്ളാഹു പറയുന്നത് എന്ന് അറിയുന്നില്ല എങ്കിലും അത് വായിക്കുകയും കേൾക്കുന്നതിലുമൊക്കെ ആനന്ദം കണ്ടെത്തുന്നു. ചിലപ്പോഴൊക്കെ നമ്മുടെയൊക്കെ നല്ല ദീനിയായ ആളുകളുണ്ട്, സ്വന്തം പ്രൈവറ്റ് വാഹനങ്ങൾ, കാറും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അതിലൊക്കെ ഖുർആൻ പാരായണം കേട്ടിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. അത് ആസ്വദിക്കുകയാണ്. ചിലപ്പോൾ വീട്ടിൽ വെച്ചിട്ടുണ്ടാവും. എന്താ പറയുന്നത് എന്ന് പോലും അവർക്കറിയില്ല. ലോകത്ത് ഇങ്ങനെ ഒരു ഭാഷ വേറെ ഇല്ല. അദ്ദേഹം പറയുകയാണ്, തറാവീഹിന് നമ്മൾ ആളെ കൊണ്ടൊരു മെയിൻ എന്താ പരിപാടി?
1 മണിക്കൂർ 1.25 മണിക്കൂർ നിസ്കരിക്കണം. അപ്പോ നിസ്കരിക്കണമെങ്കിൽ ബോറടിക്കാൻ പാടില്ല. അപ്പൊ നല്ല കാര്യം വേണം. ചില ആൾക്കാർ പറയും, എന്താ ചങ്ങായിന്റെ ഓത്ത് ഒരു രസമില്ല, ഒരർത്ഥം പോലും, പദത്തിന്റെ അർത്ഥം പോലും വിമർശിക്കുന്ന ആൾക്കറിയില്ല ചിലപ്പോ. പക്ഷെ ഓനിക്കും വേണം, എന്ത് വേണം? നല്ല ഓത്തുള്ള ആൾ ഇമാമായിട്ട് കിട്ടണം. മനുഷ്യന്റെ ആഗ്രഹമാണത്. അർത്ഥം അറിയില്ലെങ്കിലും മടുപ്പില്ലാതെ ആവേശത്തോടു കൂടി ഓതി തീർക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം അത് പരിശുദ്ധ ഖുർആനാണ്. പക്ഷെ ഇതൊരു മേന്മയായിട്ടല്ല ഞാൻ പറയുന്നത്. അർത്ഥം ഒന്നും അറിയാതെ തന്നെ ഖുർആനിനോട് ഇത്ര സ്നേഹം ഒരു ടീം പ്രകടിപ്പിക്കുന്നു എങ്കിൽ അർത്ഥവും കൂടി അറിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഖുർആൻ നിലത്ത് വെക്കൂല, പിന്നെ കയ്യിൽ തന്നെ ആയിരിക്കും പിന്നെ ഖുർആൻ ഉണ്ടാവുക. അതുകൊണ്ട് കേവല പാരായണത്തിന് പോലും വമ്പിച്ച പ്രതിഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു ബിഹി അശ്റു ഹസനാത്ത്. ഒരാൾ പരിശുദ്ധ ഖുർആനിലെ ഒരു ഹർഫ് വായിച്ചാൽ അതിന് 10 കൂലിയാണ്, 10 നന്മയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ ഇത് അർത്ഥം അറിഞ്ഞിട്ടാണ് ഓതുന്നത് എങ്കിലോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണ്? ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പൊ ഖുർആൻ എന്താണ് പറയുന്നത് എന്ന് പഠിക്കുക, അത് പഠിപ്പിക്കുക, അങ്ങനെ ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും ഉത്തമൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഖുർആനോടുള്ള സമീപനത്തിൽ ജനങ്ങൾ പല തട്ടുക. നമ്മൾ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഓടിച്ചാൽ മനസ്സിലാവും. ഖുർആനിനോടുള്ള സമീപനത്തിൽ ജനങ്ങൾ പല തട്ടുക. ഒന്ന്, അർഹമായ രീതിയിൽ ഖുർആനിനെ പരിഗണിച്ചവരാണ്. എന്താ അവരുടെ പ്രത്യേകത? അവർ ഖുർആൻ ഓതുന്നു, വായിക്കുന്നു, പഠിക്കുന്നു, ജീവിതത്തിൽ പകർത്തുന്നു, പടച്ചവരെ പേടിക്കുന്നു, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. ഖുർആൻ വായിക്കുന്നതിന്റെ റിസൾട്ട് ഒക്കെ അവരുടെ ജീവിതത്തിലുണ്ട്. ഒരു ടീം അങ്ങനെ ഉണ്ടാവും, അത് ഏത് നാട്ടിലും അങ്ങനെ ഉണ്ടാവും. രണ്ടാമത്തെ ടീം വെറും പാരായണക്കാർ മാത്രമാണ്, ഓതി തീർക്കുന്നവർ മാത്രമാണ് രണ്ടാമത്തെ ടീം. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ട്, ഖത്തം തീർക്കുന്ന ടീമാണ്. അത് മോശമൊന്നുമല്ല, പ്രതിഫലമുണ്ട്, അതിന് കൂലിയൊക്കെ ഉണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു ടീമുണ്ട്, റമളാനിൽ മാത്രം ഓതുന്നവരാണ്. റമളാനിൽ മാത്രമേ ഖുർആൻ തുറക്കുള്ളൂ, മൂന്നാമത്തെ ടീം. നാലാമത്തെ ടീം അവര് ഖുർആന് നമസ്കാരത്തിൽ മാത്രമാണ് ഓതുകയും കേൾക്കുകയും ചെയ്യുന്നത്. നമസ്കാരത്തിൽ ഖുൽ ഹുവല്ലാഹു അല്ലാഹു സമദ്, ഇങ്ങനെ നമസ്കാരത്തിൽ ഒറ്റയ്ക്ക് ഓതുന്നുണ്ടാവും, ചിലപ്പോൾ കേൾക്കുകയും ചെയ്യും. ഇതാണ് നാലാമത്തെ ടീം. അഞ്ചാമത്തെ ഒരു ടീമുണ്ട്, ഖുർആനിന് ഒരു നിലക്കും തന്റെ സമയത്തിൽ പങ്കു കൊടുക്കാത്തവരാണ്. മരിച്ചിടത്ത് മാത്രം ഖുർആൻ കേൾക്കുന്ന ടീമാണ് അവർ. മരിച്ചിടത്ത് പോയാൽ ഖുർആൻ കേൾക്കും, അതിനപ്പുറം ഖുർആനുമായിട്ടുള്ള ബന്ധം അവർക്കില്ല. ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം ഞാനും നിങ്ങളും ഒന്ന് പരിശോധിച്ചതോ, ഏത് കൂട്ടത്തിലാ എന്റെ ഖുർആനുമായുള്ള ബന്ധം? ഒരിക്കൽ ഒരു ഉറുദു മാഗസിനിൽ ഒരു ലേഖനം വന്നിരുന്നു. ആ ലേഖനത്തിന്റെ പേര് ഹമാര മസ്ജിദ് ക ഇമാം ചോർ നഹി ഹെ. ഇതാണ് ആ ലേഖനത്തിന്റെ ഹെഡിങ്. നമ്മുടെ പള്ളിയിലെ ഇമാം കള്ളനല്ല. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഒരു പ്രദേശത്തേക്ക് ഒരു പുതുതായിട്ട് ഒരു ഇമാമിനെ ഒരു നാട്ടിലേക്ക് കിട്ടി. നാട്ടുകാർക്ക് എല്ലാവർക്കും സന്തോഷമായി, ഫുൾ ടൈം വർക്കറായിട്ടും ഖത്തീബായിട്ടും ഉസ്താദായിട്ടും എല്ലാമായിട്ടും കാലിയായിട്ടൊക്കെ ഒരാളെ ഒരു നാട്ടിലേക്ക് കിട്ടിയതാണ്. നാട്ടുകാർക്ക് ഭയങ്കര സന്തോഷം. റമളാനിലാണ് ഇമാമ് വരുന്നത്. വന്നു, ഓരോ വീട്ടുകാരും ഇമാമിന്റെ അത്താഴവും നോമ്പ് തുറയും ഏറ്റെടുത്തു, സന്തോഷത്തോടു കൂടി ഏറ്റെടുത്തു. അങ്ങനെ ഒരു വീട്ടിൽ നോമ്പ് തുറക്കാൻ വേണ്ടി ചെന്നു. ആ വീട്ടിലെ ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ. നോമ്പ് തുറന്നതിന് ശേഷം അദ്ദേഹം ലിവിംഗ് റൂമിൽ ഇരിക്കുകയാണ്. അപ്പൊ പുറത്തുനിന്ന് നല്ല കാറ്റിങ്ങനെ വീശി. അപ്പൊ മേശപ്പുറത്ത് അവിടെ കുറച്ച് നോട്ട് ഉണ്ടായിരുന്നു. ആ നോട്ട് ക്യാഷ് അതൊക്കെ കാറ്റത്ത് അങ്ങനെ പാറിപ്പോയി. അപ്പൊ ഈ ഉസ്താദ് വേഗം എടുത്തിട്ട് അത് ഒരു ബുക്കിന്റെ ഉള്ളിൽ വെച്ചു. അങ്ങനെ ഇമാമ് പോയി. 2-3 ദിവസം കഴിഞ്ഞിട്ട് ചൂലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വീട്ടുകാർക്ക് ഇങ്ങനെ റൂമൊക്കെ അടിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നപ്പോ മേശപ്പുറത്ത് വെച്ച പൈസ കാണില്ല. ഇവിടെ ആണെങ്കിലോ പള്ളിയിലെ ഉസ്താദ് മാത്രമേ വന്നിട്ടുള്ളൂ, വേറെ ആരും വന്നിട്ടില്ല. പൈസ കാണുന്നില്ല. സംശയമായി. ഭർത്താവിനോട് പറഞ്ഞ്, എന്നാലും ആ ഉസ്താദ് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, എന്താപ്പാ ഉസ്താദ് കാണിച്ചത്? അങ്ങനെ ഇമാമിന്റെ നേരെ പിന്നിൽ നിന്ന ഈ ചങ്ങാതി, മഅ്മൂമായിട്ട് നിന്ന ഈ ചങ്ങാതി പിന്നെ അപ്പുറത്തെ സൈഡിലേക്ക് മാറി. പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോ അടുത്ത സ്റ്റെപ്പിലേക്ക് മാറി. കാരണം കള്ളന്റെ പിന്നിലല്ലേ മഅ്മൂമായിട്ട് നിൽക്കുന്നത്. പിന്നെ ഏറ്റവും ബാക്കിലായി. അങ്ങനെ ഒരു റമളാൻ ഇങ്ങനെ കഴിഞ്ഞ് അടുത്ത റമളാൻ ഇങ്ങനെ എത്താനായി. അടുത്ത റമളാനിൽ വന്നപ്പോ ഭാര്യയും ഭർത്താവും പറഞ്ഞു, എന്തായാലും ഇപ്രാവശ്യം ഉസ്താദ് വീട്ടിലേക്ക് നോമ്പ് തുറക്കാൻ വന്നാൽ ഉസ്താദിനോട് ചോദിക്കണം, എന്തിനാണ് ഉസ്താദ് നിങ്ങൾ അത് എടുത്തത് എന്ന് ചോദിക്കണം. രണ്ടും കൽപ്പിച്ച് തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കുക. ഉസ്താദിന്റെ ഭക്ഷണമൊക്കെ കൊടുത്ത് നോമ്പ് തുറക്കാൻ ഉസ്താദ് ഒരു കാര്യം പറയാനുണ്ട് പറഞ്ഞു. ഉസ്താദ് ആയിക്കോട്ടെ, പറയും. എന്താണ്? കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ നോമ്പിന് വന്നപ്പോൾ ഇങ്ങനെ സംഭവിച്ചല്ലോ, ആ പൈസ എന്തിനാ, നിങ്ങൾക്ക് എന്തൊക്കെ സാമ്പത്തിക പ്രയാസം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പോലെ, നിങ്ങളൊരു ഉസ്താദല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടോ?
എന്നങ്ങോട്ട് ചോദിച്ചപ്പോ ഈ ഉസ്താദ് ഒരൊറ്റ കരച്ചിൽ അങ്ങോട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ കരഞ്ഞത് നിങ്ങൾ എന്നെ കള്ളനാക്കിയിട്ടല്ല ഞാൻ കരഞ്ഞത്. ആ മേശപ്പുറത്ത് ഒരു ഗ്രന്ഥമുണ്ട്, ആ ക്യാഷ് പാറിപ്പോയ ക്യാഷ് ഞാൻ ആ ഗ്രന്ഥത്തിനുള്ളിലാണ് വെച്ചത്. പക്ഷേ ആ ഗ്രന്ഥം നിങ്ങൾ 1 വർഷമായിട്ടും തുറന്നു നോക്കിയിട്ടില്ല. അത് പരിശുദ്ധ ഖുർആനായിരുന്നു. 1 വർഷമായിട്ടും നിങ്ങൾ പരിശുദ്ധ ഖുർആൻ തുറന്നു നോക്കിയിട്ടില്ല. അതാണ് എന്നെ കരയിപ്പിച്ചത് എന്ന് ഈ പണ്ഡിതൻ, ഈ ഖാദി അദ്ദേഹം അവരോട് പറഞ്ഞു. എന്ന് ആ ഉറുദു മേഖലയിൽ ആ തലക്കെട്ട് ഹമാര മസ്ജിദ് ഇമാം ചോർ നഹി ഹൈ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെയും കുറെ ആളുകൾ ഈ ഉമ്മത്തിലുണ്ട്. എത്രയെത്ര പരിഭാഷകൾ നമ്മുടെ നാട്ടിലുണ്ട്. തിലാവത്ത് എന്ന് പറഞ്ഞാൽ വെറും പാരായണം മാത്രമല്ല, അർത്ഥം അറിഞ്ഞ് പിന്തുടരുക, അതിനാണ് തിലാവത്ത് എന്ന് പറയാം. നമ്മുടെ നാട്ടിൽ എത്രയെത്ര പരിഭാഷകളുണ്ട്. മുജാഹിദ് വിഭാഗത്തിനുണ്ട്, സുന്നി വിഭാഗത്തിന് പരിഭാഷയുണ്ട്, എല്ലാ ജമാഅത്തെ ഇസ്ലാമിക്ക് പരിഭാഷയുണ്ട്. എല്ലാവർക്കും നാട്ടിൽ പരിഭാഷ കിട്ടാത്ത അവസ്ഥ. വീട്ടിൽ എല്ലാ സംഘം AC ഉണ്ടാവും, ഫ്രിഡ്ജ് ഉണ്ടാവും, മറ്റേ വാഷിംഗ് മെഷീൻ ഉണ്ടാവും, പല 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 സാധനം ഉണ്ടാവും. ചിലപ്പോ ചില വീട്ടിൽ ഖുർആന്റെ പരിഭാഷ ഉണ്ടാവില്ല, ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവും. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അത് ഒരാവർത്തി അർത്ഥമറിഞ്ഞിട്ട് വായിക്കാതെ അള്ളാഹുവിലേക്ക് മരണപ്പെട്ടു പോയ എത്രയെത്ര മുസ്ലിം സഹോദരങ്ങളും സഹോദരിമാരും ഈ ഉമ്മത്തിലുണ്ടായിട്ടുണ്ട്. ഇനി അങ്ങനത്തെ അവസ്ഥ നമുക്ക് വരണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. എന്റെ സമുദായം ഖുർആനിനെ അവഗണിച്ച് കളഞ്ഞിരിക്കുന്നു. ഇതിലും വലിയൊരു അവഗണന എന്താ ഉള്ളത് ഖുർആന്റെ വിഷയത്തിൽ? ഖുർആനിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് മലയാളത്തിൽ പരിഭാഷ പോലും ഉണ്ടായിട്ട് അതൊരാവർത്തി പോലും വായിച്ചു നോക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ത് ദൗർഭാഗ്യകരമാണ്. നാം എവിടെ നിൽക്കുന്നു? അതുകൊണ്ട് റമളാനിൽ പ്ലാൻ ചെയ്യുക. കുറച്ച് സൂറത്തുകളുടെ ആശയങ്ങൾ ഞാൻ മനസ്സിലാക്കും. ഞാൻ ചില സൂറത്തുകൾ തെരഞ്ഞെടുത്ത് അതിന്റെ അർത്ഥവും വിശദീകരണമൊക്കെ ഞാൻ വായിച്ച് പഠിക്കും. റമളാൻ അതിനുവേണ്ടി ഞാൻ ഉപയോഗപ്പെടുത്തുമെന്ന് തീരുമാനിക്കുവാൻ ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. ഖുർആനിനോടുള്ള ഒന്നാമത്തെ കടപ്പാട് തിലാവത്തുൽ ഖുർആൻ. നന്നായിട്ട് ഖുർആൻ വായിച്ച് പഠിച്ച് മനസ്സിലാക്കുക, ഓതുക. അർത്ഥം അറിയാതെയും അറിഞ്ഞിട്ടൊക്കെ ഓതണം ഖുർആൻ. രണ്ടാമത്തേത്, ഖുർആൻ വൃത്തിയായി തജ്വീദോടുകൂടി ഓതാൻ പഠിക്കണം എന്നാണ്. തജ്വീദോടുകൂടി ഖുർആൻ ഓതാൻ പഠിക്കണം. നമ്മുടെ നാട്ടിലൊക്കെ അവസ്ഥ എന്താ? ആൾക്കാരൊക്കെ ഇങ്ങനെ ഖുർആനൊക്കെ ഓതും, പക്ഷെ ഖുർആൻ തജ്വീദ് അറിയുന്ന ഒരു അറബി ഷെയ്ഖിനൊക്കെ ഒന്ന് കൊണ്ടു നിർത്തിയാൽ ഇതെന്താ നിങ്ങൾ ഓതിയത്, ഖുർആൻ തന്നെയാണോ എന്ന് ചോദിക്കും നമ്മുടെ ഓത്തിട്ടുണ്ടെങ്കിൽ. അല്ലേ? അക്ഷരസ്ഫുടത പലപ്പോഴും ഉണ്ടാവൂല. നീട്ടേണ്ട അടുത്ത് നീട്ടൂല, നീട്ടേണ്ടതില്ലാത്തടത്ത് നീട്ടുകയും ചെയ്യും. നമ്മളൊക്കെ ചിലപ്പോ ചില നാടൻ ശൈലി ഖിറാഅത്തുണ്ട്. വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. കേട്ട എന്താ മൂപ്പരുടെ ഈണം എന്നറിയാം, നല്ല ഈണം മൂപ്പർക്ക് എന്ന് പറയും. പക്ഷെ ഓതിയത് തജ്വീദ് പ്രകാരം നോക്കുമ്പോ പൊട്ട തെറ്റ ഓതിക്കണത്. ഈണം കേട്ടപ്പോ നല്ല ഈണാണ്. ഇങ്ങനത്തെ ഓത്ത നമ്മുടെ നാട്ടിലേക്ക് അധികമുള്ള ഓത്ത് ഈ ഓത്താണ്. എന്താ ഇവിടെ പ്രശ്നം? വഇദ് ഖാല റബ്ബുക എന്ന് പറഞ്ഞു, അവിടെ നീട്ടേണ്ട ആവശ്യമില്ല, വഇദ് ഖാല എന്ന് പറഞ്ഞാൽ മതി. നിന്റെ താടി എന്തൊരു നീളമാന്ന്, എന്താടാ നീ മലയാള ഭാഷ കളിയാക്കണ ചോദിക്കൂലേ? മഹാ ബോറല്ലേ കേൾക്കുമ്പോ? ഇതേപോലെ തന്നെയാണത്. വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി, മലായികതി എന്ന് പറഞ്ഞാൽ പോരാ, ലിൽ മലായിക. ഇത് തജ്വീദാണ്. ഖുർആനിന്റെ ഈ ഓത്ത് കേട്ടിട്ട് മാത്രം ഇസ്ലാമിലേക്ക് ആളുകൾ വരും. മ്യൂസിക്കിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ടീമാണ് യൂറോപ്യൻസ്. ഖുർആൻ ഈ മ്യൂസിക് അവർ കേട്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഖത്തറില് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടന്നല്ലോ ഫുട്ബോൾ അല്ലേ, എന്താ വേൾഡ് കപ്പ് അല്ലേ? വേൾഡ് കപ്പ് നടന്നു. വേൾഡ് കപ്പിൽ നടന്നപ്പോ ഖത്തർ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുവാൻ ആ വേദി, ആ സന്ദർഭം നന്നായിട്ട് ഉപയോഗിച്ചു. എന്നിട്ട് ആളുകളൊക്കെ പള്ളിയിലേക്ക് കയറുക, ഖുർആൻ നോക്കുക, ഖുർആൻ കേൾക്കുക, എന്നിട്ട് ഇങ്ങനെ അത്ഭുതപ്പെടുക. ഇത് എന്തൊരു മ്യൂസിക്കാണ്, എന്താ രസം, ഇതെന്താ ഇങ്ങനെ. എന്നിട്ട് അവിടെ നിന്ന് ഇസ്ലാം പഠിക്കുക, ഇസ്ലാം സ്വീകരിക്കുക. ഖുർആൻ അത്ര ശ്രവണ സുന്ദരമാണ് കേൾക്കാൻ. അപ്പൊ തജ്വീദോട് കൂടിയാണ്. തജ്വീദ് ഇല്ലാതെ ശ്രവണ സുന്ദരം ഉണ്ടാവൂല. ചില ആൾക്കാരുണ്ട്, ചില പ്രസംഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അവർക്ക് തജ്വീദോട് കൂടി ഓതാൻ കഴിയില്ല. അപ്പൊ പറയും തജ്വീദാണ് മുസ്ലിം സമുദായത്തെ ഖുർആൻ പഠനത്തിൽ നിന്ന് പിന്നോട്ടടിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ തട്ടി കണ്ടുപിടും. തജ്വീദ് ഒന്നുമില്ല, തജ്വീദ് ഖുർആൻ വേണം. നല്ല ഈണത്തിൽ ഖുർആൻ ഓതണം. അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയ്യിനു ബിൽ ഖുർആൻ. നിങ്ങൾ ഖുർആൻ കൊണ്ട് നിങ്ങൾ അലങ്കരിക്കുക, ഈണത്തിൽ ഓതുക.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തജ്വീദോട് കൂടി ഓതി പഠിക്കാൻ കഴിയണം. അപ്പൊ നമ്മളൊക്കെ ഡ്രൈവിംഗ് പഠിക്കുമ്പോ തുടക്കത്തിൽ ഡ്രൈവിംഗ് സ്കൂളിൽ പോകും. എന്നിട്ട് ഡ്രൈവിംഗ് സ്കൂൾ ആ മാഷിന്റെ കുറെ കളിയാക്കലും കുറെ പരിഹസിക്കലും ഒക്കെ കേൾക്കും. എന്നിട്ടൊക്കെ നമ്മളിങ്ങനെ പഠിക്കും. എന്നിട്ട് പിന്നെ സ്വന്തമായിട്ട് ഡ്രൈവിംഗ് കരസ്ഥമാക്കും. എന്നിട്ട് പിന്നെ വണ്ടി നമ്മൾ സ്വന്തമായിട്ട് ഓടും. അപ്പൊ ഭൂം ഭൂ എന്നൊക്കെ പറഞ്ഞൊരു പ്രത്യേക സൗണ്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെ മാറ്റുമ്പോൾ ആക്സിഡന്റ് കൂടെ കൂടുതൽ അനാവശ്യത്തിൽ കൊടുക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക സൗണ്ട് ഒക്കെ ഉണ്ടാവും. എന്നിട്ടൊക്കെ അവസാനം പിന്നെ ഒരു 5-6 മാസം കണ്ട് കഴിയുമ്പോൾ കാണാം നല്ല സ്മൂത്ത് നന്നായിട്ട് സുന്ദരമായിട്ട് ഡ്രൈവിംഗ് നടത്തും. കുറച്ച് കഷ്ടപ്പെട്ടു. ഇതേപോലെ ഖുർആൻ ഓതാൻ കുറച്ച് കഷ്ടപ്പെടണം, കുറച്ച് മെനക്കെടണം, കുറച്ച് പ്രയാസപ്പെടണം, അധ്വാനിക്കണം. അപ്പൊ ഖുർആനൊക്കെ നന്നായിട്ട് വൃത്തിയിൽ ഓതുവാൻ കഴിയും. അതിനുള്ള സംവിധാനം പ്രാദേശിക അടിസ്ഥാനത്തിൽ ഒരുക്കേണ്ടതുണ്ട്. അറബി ഭാഷയിലെ അക്ഷരങ്ങൾക്ക് വലിയ പ്രാധാന്യം. ഒരക്ഷരം തെറ്റിയ പ്രശ്നം. അറബി ഭാഷയിലെ ചില പ്രധാനപ്പെട്ട അക്ഷരങ്ങൾ പറയാ ഹൽത്തിന്റെ അക്ഷരം എന്നാ പറയാ. നമ്മള് അങ്ങോട്ട് ഇടയ്ക്ക് എന്തെങ്കിലും അടിയും ചണ്ടൊക്കെ കൂടിയാലും നിന്റെ ഹൽത്ത് ഞാൻ പിടിക്കുന്ന പറയാ. ചിലപ്പോ അത് പറയാൻ കേട്ട് നിന്റെ ഒലക്കേലി പിടിക്കുന്നു പറയലുണ്ട്. ഹൽക്ക് പറയാൻ കിട്ടാത്തതുകൊണ്ട് ഹൽക്കിന്റെ അക്ഷരങ്ങൾ എന്ന് പറയും. ഹൽക്കിന്റെ അക്ഷരങ്ങൾ 6 ഹുറൂഫ് ഹൽഖിൻ സിത്തത്തുൻ ഹംസുൻ വഹ ഐനുൻ ഫഹാഉൻ സുമ്മ ഗൈനുൻ സുമ്മ ഖാ. ഹൽക്കിന്റെ അക്ഷരങ്ങൾ 6. ആ 6 അക്ഷരം ഒരാൾ കൃത്യമായിട്ട് അങ്ങ് പഠിച്ചാണ്ടല്ലോ പിന്നെ കഫക്കെട്ടിന് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം വരില്ല. അത്ര സ്ഫുടമായ അക്ഷരങ്ങളാണ് ആ 6 അക്ഷരം. അത് ശരിക്കും അങ്ങോട്ട് ഉച്ചരിച്ചാൽ ഒരാൾക്ക് പിന്നെ കഫക്കെട്ടിന്റെ പ്രശ്നം ഉണ്ടാവില്ല. അത് നന്നായിട്ട് പഠിക്കണം എന്നാണ്. അതുകൊണ്ട് തജ്വീദ് വളരെ കൃത്യമാണ്. അക്ഷരങ്ങൾ ഒരു പുള്ളി മാറിയ അർത്ഥം അങ്ങോട്ട് മാറും. ഒരു പുള്ളി മാറിയാൽ മതി, അർത്ഥം അങ്ങ് മാറിപ്പോവും. അറബി ഭാഷയുടെ പ്രശ്നമാണിത്. വേറൊരു ഭാഷയ്ക്ക് അങ്ങനെ പ്രശ്നമില്ല. ഒരു പുള്ളി മാറിയ അർത്ഥം അങ്ങോട്ട് മാറും. ഞാൻ സാധാരണ തമാശയ്ക്ക് ഒരു ഉദാഹരണം പറയാറുണ്ട്. ഈ ബാർബർ ഷോപ്പിൽ പണ്ട് മുടിവെട്ടാൻ അങ്ങനെ പോകുമ്പോൾ എല്ലാ ഫ്രഷ് ന്യൂസ് അവിടുന്ന് ഇങ്ങനെ കിട്ടും. എല്ലാ ദീപത്തും ഫസാദും നെമീമത്തൊക്കെ അത്തരം ന്യൂസുകളൊക്കെ അവിടുന്ന് ഇങ്ങനെ കിട്ടും. അപ്പൊ ഇങ്ങനെ കിട്ടുന്നതിന്റെ ഇടയിൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഇവര് തമ്മിൽ തർക്കായി. മുടി വെട്ടുന്ന ആള് മുടി വെട്ടപ്പെടുന്ന ആള് തമ്മിൽ തർക്കായി. അപ്പൊ മുടി വെട്ടുന്ന ആള് കത്തിങ്ങനെ പിടിച്ചത് പറഞ്ഞ് ദേഷ്യം വന്നിട്ട് പറഞ്ഞ്, നീ എന്നോട് വല്ലാതെ കളിക്കണ്ട കേട്ടോ, ഞാനും പടച്ചോനും തമ്മിൽ ഒരു പുള്ളിന്റെ വ്യത്യാസമുള്ളൂ എന്നാ പറഞ്ഞു. നീ എന്നോട് വല്ലാതെ കളിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്താ സംഭവം? ഖാലിഖ് എന്ന് പറഞ്ഞ അള്ളാഹ്, ഹാലിഖ് എന്ന് പറഞ്ഞ മുടിവെട്ടുന്ന ആള്. ഒരു പുള്ളിന്റെ വ്യത്യാസമുള്ളൂ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഓതും. എന്താ ഓതുക? അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർള. ആകാശ ഭൂമികളെ മൊട്ടയടിച്ച അള്ളാഹുവിന് സർവസ്തുതി എന്ന അർത്ഥം വരിക ഹലക്കാന്ന് ഓതിയാല്. അപ്പൊ ഹലക്കാന്നാണ്. ഇത് എവിടുന്ന് കിട്ടണം? ഇത് മദ്രസയിൽ നിന്ന് ഗുരുമുഖത്ത് നിന്ന് കിട്ടണം. തജ്വീദോടുകൂടി പഠിക്കണം. പക്ഷെ നമ്മുടെ നാട്ടില് ചില ആൾക്കാർ നന്നായിട്ട് പിന്നെ വർത്താനൊക്കെ പറയും. ചിലപ്പോൾ ഒരു ആമുഖം നടത്തും, ചിലപ്പോൾ സ്വാഗത പ്രസംഗം നടത്തും, ചിലപ്പോ പിന്നെ പാർട്ടിന്റെ പരിപാടികളൊക്കെ നന്നായിട്ട് വർത്താനൊക്കെ പറയും. പക്ഷെ ഖുർആൻ ഒന്ന് ഓതിപ്പിച്ചാലോ? ഖുർആൻ ഓതാൻ പഠിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അള്ളാഹുവിന്റെ കലാമാണ്. അതിനോടൊരു ബഹുമാനം വേണം. അതിന് നാം പരിഗണിക്കണം, അതിന് ആദരവ് നൽകണം. അതിന്റെ ഭാഗമായി തജ്വീദുൽ ഖുർആൻ നമ്മുടെ അജണ്ടയുടെ ഭാഗമായി മാറേണ്ടതുണ്ട്. ഖുർആനിലുള്ള 3ാമത്തെ കടപ്പാട് ഹിഫ്ളുൽ ഖുർആനാണ്. ഖുർആൻ മനഃപ്പാഠമാക്കുക. ലോകത്ത് മനഃപ്പാഠമാക്കപ്പെടുന്ന ഒരേ ഒരു ഗ്രന്ഥം ഖുർആൻ മാത്രമേയുള്ളൂ. അത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ തുടങ്ങിയതാണ്. ഇമാമുമാർ, സഹാബികൾ, ഖുലഫാഉർ റാഷിദുകൾ എല്ലാവരും ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകളാ. ലോകത്ത് അറിയപ്പെട്ട മുസ്ലിം ലോകത്തും യൂറോപ്യൻ ലോകത്തും ഒക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രമാണ് തുർക്കി. തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ, അദ്ദേഹം ഹാഫിദുൽ ഖുർആനാണ്. ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളാണ്. അതിന് തൊട്ടു മുമ്പ് മുല്ലപ്പൂ വിപ്ലവത്തിന് ശേഷം ഈജിപ്തിന്റെ അമരക്കാരനായി വന്ന ഷഹീദ് മുർസി, അദ്ദേഹം ഖുർആൻ മനഃപ്പാഠമാക്കിയ വ്യക്തിത്വമായിരുന്നു. രാഷ്ട്രത്തിന്റെ പ്രസിഡന്റാണ്, ഖുർആൻ മനഃപ്പാഠമാക്കിയതാണ്. എന്നാൽ ലോകത്ത് കുറെ അറബ് രാജ്യങ്ങളുണ്ട്. അറബ് രാജ്യങ്ങൾക്ക് ഒരുപാട് രാജാക്കന്മാരുണ്ട്. ഒരൊറ്റ രാജാവിന് ഖുർആൻ ഓതാൻ അറിയുന്നൊരു സംശയമാണ്. ആ സ്ഥാനത്താണ് റജബ് തയ്യിബ് എർദോഗാനും അതേപോലെ തന്നെ മിസ്രിന്റെ ഇഖ്വാനുൽ മുസ്ലിമീന്റെ നേതാവായ മുർസി, ഷഹീദ് മുർസിയും അന്നത്തെ സന്ദർഭത്തിൽ അവർ രണ്ടുപേരും ലോകത്തെ അറിയപ്പെട്ട 2 രാഷ്ട്രങ്ങളുടെ പ്രസിഡന്റുമാരും ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകളുമായിരുന്നു. അങ്ങനെ മുർസിയെ പിന്നീട് ജയിലിലടച്ചു. മുർസിയെ അമേരിക്കയുടെ ഇംഗിതത്തിന് വഴങ്ങി ഈജിപ്തിലെ പട്ടാളം മുല്ലപ്പൂ വിപ്ലവത്തെ അടിച്ചമർത്തി ഷഹീദ് മുർസിയെ ഭരണം അട്ടിമറിച്ച് താഴെയിട്ട് അദ്ദേഹത്തെ ജയിലിലടച്ചു. അങ്ങനെ 4 വർഷം ജയിലിൽ തുടർച്ചയായിട്ട് കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹം
മുർസി ആരാച്ചറിനോട് ചോദിച്ചു, എനിക്ക് ഖുർആൻ ഒന്ന് തരുമോ, എനിക്ക് ഖുർആൻ ഒന്ന് വേണം, ഒന്ന് ഓതണം എന്ന് പറഞ്ഞു. അപ്പൊ അതിന് അനുവാദം കോടതി കൊടുക്കണം. അങ്ങനെ പിറ്റത്തെ കോടതിയിൽ പോയിട്ട് കേസ് വാദിച്ചു. മുർസിന്റെ വക്കീൽ പോയിട്ട് വാദിച്ചു, ഖുർആൻ വേണം. ഖുർആൻ ഓതാൻ കൊടുത്തില്ല. അങ്ങനെ ഇമാം ഷഹീദ് മുർസി പറഞ്ഞു, അഹ്ഫളുഹു മനഉ ഇദ്ഖാൽ അൽ മുസ്ഹഫ് ഇലാ സിൻദാനതി വനസു അന്നി അഹ്ഫളുഹു മുൻദു 30 സന. ആ ഭരണകൂടം എനിക്ക് എന്റെ ജയിലിലേക്ക് ഖുർആൻ പ്രവേശിപ്പിക്കുന്നത് തടഞ്ഞു. ഞാൻ 30 വർഷമായി ഖുർആൻ ഹാഫിളാണ് എന്ന കാര്യം അവർ മറന്നുപോയിരിക്കുന്നു. ഞാൻ എന്തിനാണ് അവരോട് ഖുർആൻ ചോദിച്ചത് എന്നറിയുമോ? കുന്തു ഉരീദു അൻ അൽമസഹു. 4 വർഷമായിട്ട് ഖുർആൻ കൈകൊണ്ട് തൊട്ടിട്ടില്ല. ഖുർആൻ തൊടാനുള്ള പൂതി കൊണ്ടാണ്, സ്പർശിക്കാനുള്ള പൂതി കൊണ്ടാണ് ഖുർആൻ ചോദിച്ചത്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ വീട്ടിലെ ഷെൽഫുകളിലൊക്കെ എന്തെല്ലാം മുഞ്ചുള്ള ഖുർആൻ ഉണ്ട്. ഖത്തറിൽ നിന്ന് കൊടുത്തതുണ്ട്, സൗദിയിൽ നിന്ന് കൊടുത്തതുണ്ട്, പല ഭാഗത്തുനിന്ന് കൊണ്ടുവന്ന ഖുർആനുണ്ട്, ചെറുതും വലുതുമായ വ്യത്യസ്ത ലിപികളിലുള്ള ഖുർആനുണ്ട്. പക്ഷേ നമ്മുടെ അവസ്ഥ എന്താ? അതുകൊണ്ട് ഖുർആൻ നന്നായിട്ട് മനഃപ്പാടമാക്കാൻ നമുക്ക് കഴിയണം. ഗസ്സക്കാരുടെ ഖുർആനുമായുള്ള ബന്ധം അതാണ്. ഫസ്റ്റ് ഗസയിൽ യുദ്ധം നടന്നു 1 മാസം 1.5 മാസം കഴിഞ്ഞപ്പോൾ വെടിനിർത്തൽ നടന്നു, പ്രഖ്യാപനം വന്നു. ആ വെടിനിർത്തൽ പ്രഖ്യാപനത്തിൽ സാധാരണ നാട്ടുകാരൊക്കെ എന്താ ചെയ്യുക? ഭക്ഷണ കാപ്പിടത്തൊക്കെ പോയി ശേഖരിച്ച് അങ്ങനെ വാരിക്കൂട്ടാനൊക്കെ നടത്തും. പക്ഷേ ഗസയിലെ ആ മനുഷ്യർ, പച്ച മനുഷ്യർ ചെയ്തത്, അവിടെ ഖുർആൻ മത്സരം നടത്തുകയായിരുന്നു. ആ ഖുർആൻ മത്സരത്തിൽ ജയിച്ച ആളുകൾക്ക് ഗംഭീരമായ സമ്മാന വിതരണത്തിന് വേണ്ടിയുള്ള ഒരു ഖുർആൻ സമ്മേളനം അവർ നടത്തുക ചെയ്തത്. ഇതാണ് ഗസ്സക്കാർ. ഖുർആനുമായുള്ള ബന്ധമാണ്. ഖുർആൻ ഹാഫിളീങ്ങളാണ് അവർ. ഒരു വ്യക്തിക്ക് ഓർമ്മശക്തി വർദ്ധിക്കാൻ ഏറ്റവും നല്ലത് ഖുർആൻ മനഃപ്പാടമാക്കലാണ്. കേരളത്തിൽ ഒരു പ്രമാദമായ ഒരു കേസ് ഒരു ഹൈന്ദവ സുഹൃത്തായ ഒരു അഡ്വക്കേറ്റ് വക്കീൽ വിജയിപ്പിച്ചെടുത്തു. അദ്ദേഹത്തിന് 80 വയസ്സുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തോട് പത്രപ്രവർത്തകരൊക്കെ ഒന്ന് ചോദിച്ചു, ഇത്രയും വയസ്സായിട്ടും താങ്കൾ എങ്ങനെ ഈ പഴയ കേസൊക്കെ തേടിപ്പിടിച്ച് എങ്ങനെ ഇത് താങ്കൾക്ക് കഴിഞ്ഞു? അപ്പൊ ഹൈന്ദവ സുഹൃത്തായ ആ വക്കീൽ പറഞ്ഞു, ഞാൻ ഇന്നും എന്റെ ഓഫീസിലേക്ക് വന്നത് ഞാൻ കൈകാര്യം ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ബുക്കിലെ ഒരു പാരഗ്രാഫ് മനഃപ്പാടമാക്കിയിട്ടാണ്. അതിന്റെ അർത്ഥം എന്താ? മനഃപ്പാടമാക്കുന്നതിനനുസരിച്ച് ഓർമ്മശക്തി വർദ്ധിക്കുന്ന. നമ്മൾ എന്താ ചെയ്യല്? നമ്മുടെ നാട്ടിലെ കുട്ടികളിലൊക്കെ ഉണ്ട് മെമ്മറി പവർ ബിൽഡിംഗ് എന്ന് പേര് പറഞ്ഞിട്ട് ക്രാഷ് കോഴ്സിലൊക്കെ കണ്ട് പറഞ്ഞയക്കും. 10,000 20,000 ഒക്കെ കൊടുത്തിട്ട് എന്നിട്ട് അവിടെ പോയിട്ട് ആടിയിട്ടും പാടിയിട്ടും തുള്ളിയിട്ടും ഉള്ള ഓർമ്മശക്തി കുറഞ്ഞിട്ട് ഇങ്ങോട്ട് കുട്ടികളോട് കൊണ്ടുവരും. ഒരു മുസ്ലിം വ്യക്തിക്ക്, ഒരു മുസ്ലിം കുട്ടിക്ക് മനഃപ്പാടമാക്കുവാൻ ഏറ്റവും നല്ലത് ഏതാ? അള്ളാഹുവിന്റെ ഖുർആനാണ്, അള്ളാഹുവിന്റെ കലാമാണ്. അതാണ് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുവാൻ ഏറ്റവും നല്ലത്, വേറെ ഒന്നുമല്ല. അതുകൊണ്ടാണ് ബഡ്കൽ എന്ന് പറയുന്ന കർണാടകയിലെ ഒരു പ്രദേശമുണ്ട്, ബഡ്കൽ. ആ ബഡ്കലില് ശാന്തവസന്ന് ഞാനും ഇലിയാസ് മൊലിയും കൂടി ബഡ്കൽ സന്ദർശിച്ചു. ആ സന്ദർഭത്തിൽ ആ ബഡ്കലിലെ മുസ്ലിം കുടുംബത്തിലൊക്കെ ഇങ്ങനെ കയറി ചെന്നപ്പോ എല്ലാവരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒപ്പം ഹാഫിലിങ്ങളോ. എല്ലാവരും ഹാഫിലാണ്. എന്നാ ഡോക്ടർമാർ എഞ്ചിനീയർമാർ ഒക്കെയാണ് എല്ലാവരും വലിയ വലിയ പദവികളുള്ള ആളുകളാണ്. ആലുവ അസ്ഹറിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് അവിടെ എഡ്ബക് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. മുസ്ലിം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പേര് കേട്ട ഒരു സംഘടനയാണ് എഡ്ബക്. എറണാകുളം ജില്ലയിലെ മുസ്ലിം വിദ്യാർത്ഥികളെ മോട്ടിവേഷൻ, അവരെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംവിധാനമാണ്. അപ്പൊ SSLC കഴിഞ്ഞ കുട്ടികൾക്ക് എഡ്ബക്കിന്റെ വക സമ്മാനം വിതരണം ഉണ്ടാവും. അപ്പൊ ആ വേദിയിലൊക്കെ കിറാത്ത് നടത്താൻ വേണ്ടിയിട്ട് ഡോക്ടർ മുഹിദ്ദീൻ അലുവായി എന്നെ പിടിച്ചുകൊണ്ടുപോകും അന്ന് പഠിക്കുന്ന സമയത്ത്. അപ്പൊ അത് ഞാൻ ഒരു 3-4-5 വർഷം ഇങ്ങനെ കാണുന്നു. ഒരേ ടീമാണ് സമ്മാനം വാങ്ങുന്നത്. അപ്പൊ സമ്മാനം വാങ്ങുന്ന ടീം കുട്ടികളൊക്കെ SSLCയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികളൊക്കെ തൊപ്പിയിട്ടിട്ട് വരുന്നത്, തലയിൽ നല്ല വെള്ളക്കുപ്പായ വെള്ള ജുബൊക്കെ ഇട്ട് തൊപ്പിയിട്ടിട്ട് ഇങ്ങനെ വരാം. അപ്പൊ മർഹൂം സുലൈമാൻ സേട്ടു സാഹിബിന്റെ പേരക്കുട്ടികളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. സുലൈമാൻ സേട്ട് സാഹിബിന്റെ പേരക്കുട്ടികൾ എല്ലാവരും ഹാഫിലിങ്ങളാ. ആ കുടുംബത്തെ ഹിഫ്ള് പഠിപ്പിക്കാൻ വേണ്ടി വിടും. എന്നിട്ട് അവരെ കൊണ്ട് SSLC പരീക്ഷ എഴുതിപ്പിക്കും. പരീക്ഷയിൽ ടോപ്പ് അവരായിരിക്കും. എന്താ കാരണം? നമ്മുടെ നിലവിലുള്ള എല്ലാ പരീക്ഷകളും കാണാതെ പഠിച്ചെഴുതുന്നതാണ്. PSC പരീക്ഷ പോലും അങ്ങനെ തന്നെയല്ലേ, കാണാതെ പഠിച്ചെഴുതുക. ഇങ്ങനെ എന്തൊക്കെയോ ആരൊക്കെയോ എവിടേക്കോ എന്തൊക്കെയോ ചെയ്തത്, ഡേറ്റും ചരിത്രവും പേരും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കല്ലേ.
ഇത് ഖുർആൻ മനഃപ്പാടമാക്കിയ കുട്ടികൾക്ക് ഏറ്റവും പെട്ടെന്ന് അവരെ കൊണ്ട് PSC പരീക്ഷ എഴുതിപ്പിച്ചു നോക്കി, റാങ്കിൽ ഫസ്റ്റിൽ അവർ വരും. അതുകൊണ്ട് സുലൈമാൻ സേട്ടു സാഹിബിന്റെ മക്കളൊക്കെ ഏറ്റവും ടോപ്പിലായിരുന്നു, പേരെ കുട്ടികളൊക്കെ. കാരണം അവരൊക്കെ ഖുർആൻ ഹാഫിലിങ്ങളും കൂടിയായിരുന്നു. അതുകൊണ്ട് ഈ ഖുർആൻ ക്രൈസ്തവ യൂറോപ്പ് ഇത് മനസ്സിലാക്കിയിട്ട് അവർ കണ്ടെത്തിയ ഒരു സംഗതിയാണ് ക്രൈസ്തവ യൂറോപ്പ്. എന്തുകൊണ്ടാണ് മുസ്ലിം സമൂഹം നൂറ്റാണ്ടുകളോളം ലോകം ഭരിച്ചത്? എന്തുകൊണ്ടാണ്? നൂറ്റാണ്ടുകളോളം മുസ്ലിം സമൂഹം ലോകം ഭരിച്ചിട്ടുണ്ട്. ലോകം മുസ്ലിം സമൂഹത്തിന്റെ കീഴിലായിരുന്നു. ക്രൈസ്തവ യൂറോപ്പ് അത് പഠിക്കുക. അവസാനം ഖിലാഫത്തിനെ തകർത്തതിനു ശേഷം, ഉസ്മാനിയ ഖിലാഫത്തിനെ തകർത്തതിനു ശേഷം ക്രൈസ്തവ യൂറോപ്പ് പഠിക്കുവാൻ വേണ്ടി ഒരു ടീമിനെ വിട്ടു. ആ 2-3 പേർ ചേർന്നുകൊണ്ട് എന്തുകൊണ്ടാണ് മുസ്ലിം സമൂഹം ലോകം ഒന്നടങ്കം അവർ നൂറ്റാണ്ടുകളോളം ഭരിച്ചത്, എന്തുകൊണ്ടാണ്, അതിന് കാരണം അന്വേഷിച്ച് അങ്ങനെ അവസാനം അവർ 3 പേരും കൂടി ചേർന്നിട്ട് ഇംഗ്ലീഷിൽ ഒരു ബുക്ക് എഴുതി, മിനിറ്റന്റ് ഇസ്ലാം എന്ന് പറഞ്ഞൊരു ബുക്ക് എഴുതി. ആ ബുക്കിൽ ചില പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് അവർ പറഞ്ഞത് എന്തുകൊണ്ടാണ് അവർ കണ്ടെത്തി ഖുർആൻ ആയിരുന്നു നാം. ഖുർആൻ കാരണമായിട്ടാണ് ലോകത്ത് മുസ്ലിം സമൂഹം നൂറ്റാണ്ടുകളോളം ലോകം ഭരിച്ചത് എന്ന് അവർ കണ്ടെത്തി. എന്താ സംഭവം? ഒരു മുസ്ലിം കുട്ടിയുടെയും യൂറോപ്യൻ കുട്ടിയുടെയും ഓർമ്മശക്തിയെ കുറിച്ച് അവർ താരതമ്യ പഠനം നടത്തി. താരതമ്യ പഠനം നടത്തിയിട്ട് ഒരു യൂറോപ്യൻ കുട്ടി 3 വയസ്സ് 4 വയസ്സാകുമ്പോഴേക്കും അവൻ ഇംഗ്ലീഷ് ഭാഷയിലെ 3000 2500 പദങ്ങളാണ് ആകെ പഠിക്കുക ഒരു 4 വയസ്സാകുമ്പോഴേക്കും. ആ സ്ഥാനത്ത് ഒരു മുസ്ലിം കുട്ടി ഖുർആൻ മനപ്പാടമൊക്കെ 5 വയസ്സിലോ 6 വയസ്സിലൊക്കെ ഖുർആൻ ഫുള്ള് മനപ്പാടാക്കുക. അതിലെ പദങ്ങളൊക്കെ എന്താ പദങ്ങള്, കടിച്ചാ പൊട്ടാത്ത പദങ്ങളൊക്കെ ഈ കുട്ടികളെ കൊണ്ട് മനപ്പാടമാക്കുക. എന്താണ് ഈ അഴ്സാഷ് എന്നൊക്കെ പറഞ്ഞ എന്താ പദമൊക്കെ? ഈ പദങ്ങളൊക്കെ ഈ കുട്ടികൾ അങ്ങനെ എത്ര പദങ്ങളാ പരിശുദ്ധ ഖുർആനിലുള്ളത്? ഇതങ്ങോട്ട് മനപ്പാടമാക്കി അറബി വൊക്കാബുലറി ഇവരുടെ മണ്ടയിൽ അങ്ങോട്ട് കയറുകയാണ്. തീർന്നില്ല. എന്നിട്ട് ഖുർആൻ മനപ്പാടമാക്കി കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം വിദ്യാർത്ഥി അടുത്തത് മനപ്പാടമാക്കുന്നത് അറബി ഭാഷയിലെ ഗ്രാമർ, അൽഫിയത്ത് ബിൻ മാലിക്. 1000 കവിതകളാണ് അറബി ഭാഷ ഗ്രാമർ കവിതയിലൂടെ എഴുതിയതാണ്. അൽഫിയത്ത് ബിൻ മാലിക് 1000 ബൈത്താണ്. ഈ 1000 ബൈത്ത് ഈ കുട്ടികൾ കാണാതെ പഠിക്കുക. അതിനുശേഷം കുട്ടികൾ ബുഖാരി മുസ്ലിമിലൊക്കെ സെലക്ടഡ് ആയ ഹദീസുകൾ കാണാതെ പഠിക്കുക. ഇത് ക്രൈസ്തവ യൂറോപ്പ് കണ്ടെത്തി. അതുകൊണ്ട് ഖിലാഫത്ത് തകർത്തതിനു ശേഷം ക്രൈസ്തവ യൂറോപ്പ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവർ ഏതെല്ലാം അറബ് രാജ്യങ്ങളെ കോളനികളാക്കി വെച്ചോ ആ രാജ്യങ്ങളിലെല്ലാം ഖുർആൻ പഠന കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടി. ഇനി 6 വയസ്സ് കഴിയാതെ ഒരാളും ഒരു വിദ്യയും അഭ്യസിക്കണ്ട. അങ്ങനെ ഇംഗ്ലീഷ് മീഡിയം കൊണ്ടുവന്നു. അതിന്റെ ബാക്കി പത്രം നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ളത് ഇംഗ്ലീഷ് മീഡിയം ഒക്കെ. അവര് കൊണ്ടുവന്ന സാധനം നമ്മളിങ്ങനെ ഏറ്റിപ്പിടിച്ച് കൊണ്ടു നടന്നത്. മുസ്ലിം സമുദായത്തെ ഖുർആനിൽ നിന്ന് അകറ്റി നിർത്തുവാൻ വേണ്ടി ക്രൈസ്തവ യൂറോപ്പ് കണ്ടെത്തിയ കൃത്രിമമായ ഒരു സംവിധാനത്തെയാണ് ഇപ്പൊ നമ്മൾ ഭയങ്കര സംഭവമായിട്ട് കൊണ്ടു നടക്കുന്നത്. ഖുർആനിൽ നിന്ന് അകറ്റാൻ വേണ്ടി ഇപ്പോഴും സംഭവിക്കുന്നുണ്ട്. ഇപ്പം കുട്ടികളെന്ന് മദ്രസയിൽ കിട്ടൂല. എന്നാ മദ്രസയിൽ കിട്ടില്ല? സ്കൂളിൽ പോകണം. എന്താ 8 മണിക്ക് ഇംഗ്ലീഷ് മീഡിയത്തിലാണ്? ഇതന്നെ കാരണം ഖുർആൻ പഠനത്തിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ അകറ്റി നിർത്തുവാൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു വിദ്യയാണത്. ഇപ്പൊക്കെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും, സ്വാഭാവികമാണ്. ഞാൻ സൂചിപ്പിച്ചത് ഇവർ പഴയ കാലത്ത് യൂറോപ്യൻ സമൂഹം കണ്ടെത്തിയത് ഖുർആനായിരുന്നു എല്ലാറ്റിനും കാരണം. അല്ലാമ ഇക്ബാൽ ദാർശനിക കവി ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, വോ ജമാനെ മേ മുഅസ്സസ് തെ മുസൽമാൻ ഹോക്കർ ഔർ തും ഖാർ ഹുയേ താരിഖെ ഖുർആൻ ഹോക്കർ. ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സമുദായം ലോകത്തിന്റെ നെറുകയിലായിരുന്നു. അന്ന് ലോകത്ത് എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്നത് മുസ്ലിങ്ങളായിരുന്നു. എല്ലാ രംഗത്തും അവരാണ് ഏറ്റവും മുൻപന്തിയിലുണ്ടായിരുന്നത്. അന്ന് അവർ അതിന്റെ കാരണം ഖുർആനായിരുന്നു അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു. എന്നിട്ട് അല്ലാമ ഇക്ബാൽ പറയുന്നു, ഇന്ന് നിങ്ങൾ ആർക്കും വേണ്ടാത്ത ചണ്ടി പണ്ടാരങ്ങളായി മാറിയതിന്റെ കാരണം എന്താണ്? നിങ്ങൾ ഖുർആനിനെ സൈഡാക്കി, അതിനെ നിങ്ങൾ അവഗണിച്ചു കളഞ്ഞു. അതിന്റെ ദുരന്തമാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഞാനും നിങ്ങളും ഖുർആനിനുള്ള 3ാമത്തെ കടപ്പാട് എന്ന നിലയ്ക്ക് ഖുർആൻ മനഃപ്പാഠമാക്കണം. 1 ഖുർആൻ വായിക്കുക, പഠിക്കുക. 2 ഖുർആൻ തജ്വീദോടുകൂടി പഠിക്കുക. 3ാമത്തേത് ഖുർആൻ മനഃപ്പാഠമാക്കുക. 4ാമത്തെ പോയിന്റ് ഖുർആനിന്റെ പ്രചരണമാണ്. ഖുർആന്റെ മാസം നമ്മൾ മാത്രം ഓതിയാ പോരാ, ഖുർആനിനെ നാം പ്രചരിപ്പിക്കണം. റമളാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ റമളാനിൽ ഉണ്ടാക്കാൻ പോണ വിഭവങ്ങളെ പറ്റിയല്ല നമ്മൾ ആലോചിക്കേണ്ടത്.
അതിന്റെ എണ്ണവും അതിന്റെ കണക്കും ഇഫ്താറിന് നോമ്പ് തുറ സംഘടിപ്പിക്കുമ്പോൾ പത്തിരിയുടെ എണ്ണവും ആകെ ഒരു ജഗപക അന്തരീക്ഷം ഉണ്ടാക്കിയിട്ട് ആ കമ്മിറ്റികളെ കഴിഞ്ഞ് മഹലില് നോമ്പ് തുറ കഴിഞ്ഞ് എന്താ ഉഷാറ, എല്ലാവർക്കും നല്ല അഭിപ്രായ, പത്തിരിയൊക്കെ ടോപ്പാന്ന് പറഞ്ഞിരിക്കുന്നു, കോഴിക്കറി നല്ല രസമായിരുന്നു. ഇതൊന്നും അല്ല പടപ്പുകളെ, റമദാൻ എന്ന് പറഞ്ഞ ഇതൊന്നും അല്ല, ഖുർആനാണ്, ഖുർആനുമായുള്ള ബന്ധമാണ്. അതുകൊണ്ട് ഖുർആൻ വായിക്കുക, തജ്വീദോടുകൂടി പഠിക്കുക, മനഃപ്പാഠമാക്കുക, ഖുർആനിനെ പ്രചരിപ്പിക്കുക. ഇത് നാം ചെയ്താൽ നമ്മുടെ ഈ വരാനിരിക്കുന്ന റമദാൻ ഏറ്റവും സാർത്ഥകമായ റമദാനായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ പരിശുദ്ധ റമദാനിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കുറവുകളും ദൂരീകരിച്ച് മാപ്പാക്കി തെരുമാറാവട്ടെ. നമ്മിൽ നിന്ന് അള്ളാഹുവിലേക്ക് യാത്രയായി പോയ ഒരുപാട് ആളുകൾ, നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ, പാപ്പന്മാർ, ഉമ്മമാർ, സഹോദരിമാർ, സഹോദരന്മാർ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, പല പല ആളുകൾ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഖബറിടം റബ്ബ് സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. വരാനിരിക്കുന്ന റമദാനിനെ ചൈതന്യത്തോടുകൂടി വരവേൽക്കുവാനും റമദാനിനെ സ്വീകരിക്കുവാനും റമദാനിനെ ഇബാദത്തിമയമാക്കുവാനും ഖുർആനോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും മനസ്സും സന്നദ്ധതയും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.